ഒരു കഴിവേ. ഓ ശരിയാണ്. ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണോ? നിനക്കൊന്നും വേറെ പണിയില്ലേ കിടന്ന് തുള്ളാന്? എനിക്ക് ഈ കാണുന്നവൻ ഒരു പക്ഷെ ഇതിന്റെ കഷ്ടപ്പാടിനെ പറ്റി അറിയത്തില്ലായിരിക്കും അല്ലേ? മോശമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ബാഡ് കമന്റ് വന്നായിരുന്നു. കോളനികൾക്ക് പോലും നാണക്കേട് എന്ന് പറഞ്ഞ വീട്ടിൽ ഇഷ്ടമാണ്, സ്കൂളിൽ ഇഷ്ടമാണ്, കോളേജുകളിൽ ഇഷ്ടമാണല്ലേ, പക്ഷെ നാട്ടിൽ അത്ര ഭയങ്കര അപരാധമാണ്. റീൽസിൽ ഈ വൈറലൊക്കെ ആയ സമയത്തെ പ്രപ്പോസലുകളൊക്കെ ഒരുപാട് വരാറുണ്ടോ? എങ്ങനെ? എനിക്ക് ഇഷ്ടമാണ്. അറിയത്തില്ല എങ്ങനെ. പിന്നെ സിംഗിൾ ആണോ മിംഗിൾ ആണോ? ഞാനോ സിംഗിൾ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗി. സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പോപ്പിൻസ് ഡാൻസ് എന്ന് പറഞ്ഞ മച്ചാരെ, ഇതാണ് ഡാൻസ്. 3 സുന്ദരി കുട്ടികളും ഒരു ചുള്ളൻ ചക്കരും. ഇവരെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഊഫി ടീം നമസ്കാരം. ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയതിൽ കേട്ടോ. കാരണം നിങ്ങളുടെ റീലൊക്കെ കാണുന്ന സമയത്ത് നമുക്കെല്ലാം രോമാഞ്ചമാണ്. കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഒരു വട്ടം കണ്ട് സ്കിപ്പ് ചെയ്ത് വിടുവല്ല, ഒന്നിൽ കൂടുതൽ കണ്ടവരാണ് നിങ്ങളുടെ റീൽസ്. അതാണ് ആ റീൽസിന് അത്രമേൽ വിജയവും. അപ്പൊ നിങ്ങളെ ഇന്നിവിടെ കൊണ്ടിരുത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടണം. ഈ ഡാൻസ് എവിടുന്ന് വന്നു, റീൽ എവിടുന്ന് വന്നു, അപ്പൊ കൂടുതൽ ചോദിച്ചറിയല്ലേ. അപ്പൊ പുലിക്കുട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ലിബിൻ ജേക്കബ്. കാസർഗോഡ് ജില്ലയിലെ രാജപുരത്ത് നിന്ന് വരുന്നു. ഡിഗ്രിക്ക് ശേഷം ഇതേപോലെ ഹൂഫിറ്റ് ഡാൻസ് കമ്പനി എന്ന് പറഞ്ഞൊരു ആശയത്തിൽ നിന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്നാണ് ആദ്യം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഞങ്ങൾ 3 സുഹൃത്തുക്കളാണ് ആദ്യം തുടങ്ങുന്നത്. മനിക്സൺ, അബിൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും ചർച്ചിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അത്യാവശ്യം ചർച്ചിൽ ഒരു പരിപാടിയുടെ സമയത്ത് ഒരുമിച്ച് പെർഫോം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളൊരു ഫോം ആയി കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഈ ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, ഈ വൈറൽ ഡാൻസിന്റെ ക്യാമറമാൻ. പുള്ളിക്കാരൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ പെർഫോമൻസ് ഞങ്ങളെ ഹൂഫിറ്റ് ഡാൻസ് കമ്പനി ഞങ്ങളുടെ പേര് വരുന്നതിന് മുമ്പേ നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഇന്നപോലെ പെർഫോമൻസ് ചെയ്തിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ടീമാണോ എന്ന് ചോദിച്ചു. പിന്നീടാണ് ഇങ്ങനൊരു ടീമായിട്ട് ഫോം ചെയ്യുക എന്നുള്ളൊരു ഐഡിയ മനസ്സിലെടുത്തത്. അതായത് ആ 3 പേരിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനമാണ്. 3 പേരിൽ നിന്ന് തുടങ്ങിയാണ്. അതിനുശേഷം 1-2 കൊല്ലങ്ങൾക്ക് ശേഷം അബിൻ എന്ന് പറയുന്ന സുഹൃത്ത് പോയി. പുള്ളിക്കാരൻ ഇപ്പോൾ കാനഡയിലാണുള്ളത്. അതിനുശേഷം അതുൽ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ തൊട്ട് സഹചാരിയായിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. അപ്പം അങ്ങനെ അവനിപ്പം ഞങ്ങളുടെ എല്ലാവരും സന്തോഷ സഹചാരിയായിട്ട് ഇപ്പോൾ ഉണ്ട്, കൂടെയുണ്ട്. ഇപ്പം 10-20ഓളം കുട്ടികൾ സ്റ്റുഡിയോയിലൂടെ വന്നു പോയിട്ടും ഇപ്പോഴും നാട്ടിലൊക്കെ വരുമ്പോഴൊക്കെ ഡാൻസ് കളിക്കാൻ വരും. പുറത്ത് പഠിക്കുന്നവരുണ്ട്. പുറത്ത് മീൻസ് വിദേശ രാജ്യങ്ങളിൽ പോയവരാണ് ഒരു ഭൂരിഭാഗം പേര്. പിന്നെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ഈ റെഡിനെ പറ്റി പരിചയപ്പെടുമ്പോൾ പോപ്പിൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് റെഡ്. ഡാൻസിലും എല്ലാവർക്കും റെഡിനെ ഇഷ്ടമാണ്. പേരെന്തുവാ? എൻ്റെ പേര് അനുമോൾ റജി. ഞാൻ +1 സ്റ്റുഡൻ്റ് ആണ്. കോളിച്ചാലാണ് വീട്. ഈ കാസർഗോഡിൽ കോളിച്ചാലാണ് വീട്. പിന്നെ ഈ ഹൂഫിറ്റ് ഡാൻസ് സ്റ്റുഡിയോയിൽ 1 വർഷമായി. ഒരു വർഷം ആകുന്നു ഈ ഡിസംബറിൽ. 1 വർഷം ആയാലും ഒറ്റ റീലും കത്തി. അതെ, ഒരുപാട് സന്തോഷം. ഇനി അടുത്ത ആള്. എൻ്റെ പേര് ഗായത്രി. ഞാൻ ഇപ്പം നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഫൈനൽ ഇയർ GNM. ഗായത്രിയാണ് ബസ് കണ്ട് പേടിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ വീട്ടിൽ അച്ഛനമ്മ 2 ഏട്ടന്മാരുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മാലക്കലാണ് എൻ്റെ വീട്. ആളുകൾ പറഞ്ഞോണ്ടോ കണ്ണ് നല്ല ഭംഗിയെന്ന് പറഞ്ഞോണ്ടോ? കുറച്ച് പേര് എല്ലാവരും ഒന്നുമില്ല. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ഇടുന്ന സമയത്ത് കമന്റില് ആരെങ്കിലൊക്കെ വന്നിങ്ങനെ. ശരിക്കും അന്ന് സ്റ്റെപ്പ് മറന്നു പോയതാണോ? അന്ന് സംഭവിച്ചെന്തോ വീഡിയോയിൽ? അല്ല, അത് നമുക്ക് നല്ല വലിയ റോഡാ. അപ്പൊ ദൂരെ നിന്ന് ഈ ബസ് വരുന്നത് ഞാൻ കണ്ട്. അപ്പൊ ഇവരെല്ലാരും കളിച്ച് ആ ഒരു താളത്തിൽ ഇവരങ്ങ് പോവാ. അപ്പൊ ഞാൻ അയ്യോ ബസ്, ഞാൻ കോളേജൊക്കെ കഴിയുമ്പോൾ കയറുന്ന ബസ്, അപ്പൊ നാണക്കേടായിട്ട് ഇങ്ങനെ അങ്ങനെ കളിച്ചതാ. അപ്പൊ കറക്റ്റ് ആ ബസ് എന്ത് ചെയ്ത് അടുത്ത് വന്നപ്പോ ഓണടിച്ചു. ആക്ച്വലി ആ വീഡിയോയിൽ ആ ബസ് വരുന്നില്ലേ, നമുക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ബസ് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാടാണ്, പക്ഷെ ഡാൻസ് ആണ് മെയിൻ എന്നുള്ള രീതിക്ക് അത് ഡാൻസ് കളിച്ചു. ഇവരങ്ങ് താളത്തിലങ്ങ് പോയി. അപ്പൊ ബസ് വന്നിട്ട് ഞാൻ ഓൾറെഡി ബസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. വന്നിട്ട് ഹോൺ അടിച്ച സമയത്ത് ഞാൻ തുള്ളി. എന്നാലും നീ ഒറ്റയ്ക്ക് ചതിച്ചു കേട്ടോ. ബസ് വന്നാലും ഞാൻ രക്ഷപ്പെടാമല്ലോ.
പക്ഷെ അത് ഒരുപക്ഷെ ആ ഒരു മാറ്റമായിരിക്കും ഇത്രയും വയറിലോട്ട് എത്തിച്ചതല്ല. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് അനന്യ റെജി. കാസർഗോഡ് ജില്ലയിൽ കോളിച്ചാൽ എന്ന പ്രദേശത്ത് താമസിക്കുന്നത്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടായി, പിന്നെ ഇതെൻ്റെ സിസ്റ്ററാണ്, അനീത്തിയാണ്. ചേച്ചിയും കൂടാ? അതെ അതെ. പിന്നെ ഞാനിപ്പോൾ ഡാൻസ് കമ്പനിയിൽ ഊഫിറ്റിൽ വന്നിട്ട് ഇപ്പം 3 വർഷമായി. കൂടുതൽ സീനിയർ അല്ലേ ഈ 3 പേരില്? 3 വർഷമായി. അപ്പം ഞാൻ പണ്ട് കളിച്ച ഞാനല്ല ഇപ്പം ഞാൻ കളിക്കുന്നത്. എല്ലാവരും പറയാറുമുണ്ട്. അതിനൊറ്റ പേരുള്ളൂ, ലിവിൻ. അതെ അതെ. ഭയങ്കര സപ്പോർട്ടീവാ ഞങ്ങൾക്ക്. അപ്പൊ ഞാനൊക്കെ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ അധികം ആരോട് അങ്ങനെ മിണ്ടില്ലായിരുന്നു. അപ്പം നമ്മളെ മാക്സിമം കംഫർട്ട് ആക്കാൻ നോക്കും. അപ്പൊ ആര് വന്നാലും നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം നന്നായിട്ട് ഇവ മാത്രമല്ല അവിടെയുള്ള ഇപ്പൊ നമ്മുടെ മാനിക്സൺ ആയാലും അതുലായാലും ഭയങ്കര സപ്പോർട്ടാ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ടീം, ഈ 4 പേര്. റെഡ് എന്തൊക്കെയാ കമന്റ് വന്നത്? റെഡ്, ഗ്രീന്, പറന്നുപോയ പച്ചിലപ്പാമ്പ് ഏതാണ് ചോദിച്ചത്. ഇതിൽ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കമന്റ് കേട്ടോ, ഇവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അല്ല എനിക്കല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഞാനില്ലേ ആ വീഡിയോ ഇട്ട ഒരു 13ാമത്തെ സെക്കൻഡിൽ ഞാൻ ആ റീല് വീണ്ടും കാണുക. അത് റീൽ ഇട്ട പാടെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു കമന്റ് വന്നു. അപ്പൊ ഞാൻ ആ കമന്റാണ് നോക്കുന്നത്. വീഡിയോ എത്ര നേരം മുമ്പാണ് പോസ്റ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആയിട്ട് നോക്കുമ്പോൾ അപ്പൊ ഞാൻ 13 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീഡിയോയ്ക്ക് 2000 ലൈക്കായി. ഊഫിറ്റിന്റെ അക്കൗണ്ടിൽ ഇട്ട വീഡിയോയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഊഫിറ്റിന്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് സംഭവിച്ചാണോ അങ്ങനെ 2000 പെട്ടെന്ന് കയറുന്നത്? പെട്ടെന്ന് കയറുന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഒരു 100 രൂപയ്ക്കുള്ള സാധനം ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അന്ന് കുറെ പാതിരാ വരെ ലൈക്ക് നോക്കി നിന്നു. ഉറങ്ങി എണീക്കുമ്പോൾ അത് 1 മില്യണായി. 1 മില്യൺ ലൈക്കായി. അല്ല ജസ്റ്റ് 1 മില്യൺ ലൈക്ക് ആയിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് 1 മില്യൺ ലൈക്കിലേക്ക് എത്തി. പിന്നെ മെല്ലെയായിരുന്നു ഗ്രോത്ത്. ഒരു 1 വീക്കോളം എടുത്തിട്ടാണ് ഈ 2.8 മില്യൺ എന്ന് പറഞ്ഞ ലൈക്ക് ഇപ്പൊ എത്തിയേക്കുന്നത്. ഇന്ന് എത്ര മില്യൺ ഉണ്ടെന്ന് ഒരുമിച്ച് പറയാമോ? മൊത്തം വീഡിയോയുടെയാ? അല്ല, നിങ്ങളുടെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ എത്ര മില്യൺ ആയി? 2 വീഡിയോ കൂട്ടുവാണെങ്കിൽ ഒരു 70 സംതിങ് മില്യൺ ആയിട്ടുണ്ട്. 70 മില്യൺ. അത് കൈയടിക്കണം കേട്ടോ. 70 മില്യൺ അടിച്ചിട്ട് എത്തി നിൽക്കുക. അപ്പൊ നിങ്ങളുടെ സാറ്, അതായത് ലിബിൻ എന്ന് പറയുന്ന ഈ വ്യക്തി അവർക്ക് വലിയ സപ്പോർട്ടാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേഷ്യമൊക്കെ പെടുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ തെറ്റത്തില്ലേ? എനിക്ക് വഴക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം വഴക്ക് കേട്ട് പഠിച്ചവനാ നീ അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കമ്പാരിറ്റീവ്ലി മിക്ക ആൾക്കാരും ഇങ്ങനെ ഡാൻസ് ഇൻസ്ട്രക്ടേഴ്സ് തല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറയുമ്പോൾ ആ ഒരു കംഫർട്ടിൽ നിന്ന് പഠിക്കണം. കംഫർട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒരു എനർജിയിലല്ല, ആ ഒരു വൈബിൽ കളിക്കും. വൈബിൽ ഒരു നിന്നെ ഇട്ടാലും പോത്തുമില്ലെന്ന്. സത്യം. അത് വലിയൊരു പൈസ മാത്രം കൊടുത്താൽ പോരല്ലോ, നമ്മളോട് ഇടപെടുന്ന രീതി വേണ്ടേ? അത് ചെറിയ കാര്യമല്ല. ഇന്ന് 3 ആണെങ്കിൽ അത് 3000 ആയിട്ട് മാറും. അടിക്കടാ കൈ അങ്ങോട്ട്. എനിക്ക് ഞാൻ എഴുതിയ കാര്യമില്ലല്ലോ, അവരടിക്കട്ടെ. അങ്ങനെ വീഡിയോ വൈറലാകുന്നു. ആ വീഡിയോ എടുക്കുന്ന ടൈമിലുള്ള കഥ പറയാമോ? അതായത് ലിബിൻ നിങ്ങളെ വിളിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം, ബാക്കി ഡാൻസേഴ്സിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇവരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു കഴിവ് കാണത്തില്ല ഒരു ഡയറക്ടർ എന്ന നിലയിൽ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ അല്ല. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആകെ 3 പേര് ഇവരായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും പഠിക്കാനായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു റീൽ എടുക്കാം. അപ്പം അന്നേരവും പ്ലാൻ ഇല്ല എന്താ എടുക്കുന്നതെന്ന്. അപ്പം തൊട്ട് തലേ ദിവസം കണ്ട് അതിന് മുമ്പത്തെ തവണ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന പോലെ പാട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞു ഈ പാട്ടിന് നമ്മുടേതായ ഒരു സാധനം ഇറക്കിയാൽ പൊളിക്കും. അപ്പം ഞാൻ ആദ്യം അതിന് മുമ്പ് ഒരു ഇതേ സെയിം സ്റ്റെപ്പ് ബിഗിനിങ്ങിലുള്ള ഒരു സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ കൊട പിടിച്ചിട്ട് അപ്പൊ അത് കണ്ടാ പറഞ്ഞ ഈ മോഡിൽ തന്നെ അങ്ങോട്ട് പോവാണെങ്കിൽ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ എനിക്ക് അതിന്റെ ഒരു വൈബ് കുറയുന്ന പോലെ തോന്നി. അതങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു മിനിമൽ സ്പേസാ. ഇതെന്ന് പറഞ്ഞാൽ ഡോർ അങ്ങ് തുറന്നിട്ടിട്ട് ഇത് കളിച്ച് അവിടെ ഞങ്ങൾ സ്റ്റെയറും കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോകുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സാധനം ആണ് ഞങ്ങൾ റോട്ടിൽ കളിക്കുന്നത്. ഇതിന്റെ വീഡിയോ എടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അന്നില്ല, വീഡിയോ എടുക്കാനും ആരുമില്ല. എനിക്ക് നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാം എന്ന് പറഞ്ഞാൽ പല ദിക്കിൽ കിടക്കണേ. എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ ഞാൻ ഒരു കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജോസൂട്ടി, മാർട്ടിൻ, ഗൗതം എന്ന് പറഞ്ഞ കണ്ണൻ എന്നാണ് ഞാൻ വിളിക്കണേ, പിന്നെ സാൽസൺ, ഇങ്ങനെ കുറച്ച് പേരുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നത്. ആരും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഒന്നും പ്രതീക്ഷിച്ച് വരുന്നവരല്ല, എന്നാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ വരും. അതുപോലെ സെബിൻ അങ്ങനെ പറഞ്ഞ പിള്ളേരുണ്ട്.
പള്ളിയിലത്തെ കൂട്ടുകെട്ടിനാണെങ്കിലും നാട്ടിലത്തെ കൂട്ടുകെട്ടിനാണെങ്കിലും ഞാൻ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അവരിൽ ഞാൻ ചൂസ് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പം വന്ന് വീഡിയോ ഒക്കെ എടുത്തു തരും. അപ്പം അന്നത്തെ ദിവസം വീഡിയോ എടുത്തു തരാൻ ആളില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ക്യാമറ എവിടെയും പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ലോങ്ങിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഡാൻസ് കളിച്ചിട്ട് കീ കൊടുത്ത് വീഡിയോ മൂവ്മെൻറ്റ് ചെയ്യാൻ. അപ്പം ക്ലാരിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. ഞാൻ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ സുഹൃത്ത്, അവൻ എൻ്റെ ഭയങ്കര ചങ്ക, നമുക്കൊരു ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അവനൊന്നും ഒരു മരിച്ചടക്കം കാണുന്നുണ്ടായിരുന്നു. മരിച്ചടക്കം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം അന്ന് ആ രാജഭവൻ നാട്ടിൽ തന്നെ ഒരാൾ മരിച്ച ദിവസമാണ്. അപ്പം നമ്മൾ ഇതുപോലെ സ്പീക്കറൊക്കെ എടുത്ത് റോട്ടിൽ പാട്ട് ഇങ്ങനൊന്നും ആരോടും ചെയ്യില്ല. എന്നിട്ട് അവൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അവനെ വിളിച്ചു. അവൻ വന്നു, വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആദ്യത്തെ ടേക്ക് ഓക്കെ ആയില്ല. രണ്ടാമത്തെ ടേക്കിലാണ് ഇതുപോലെ ബസ് വരുന്നത്. മൂന്നാമത്തെ ടേക്കിൽ രണ്ടാമത് വന്ന ആ ഫൈനൽ വീഡിയോ നമുക്ക് കിട്ടി. അതായത് പൂർത്തീകരിച്ച വീഡിയോ മൂന്നാമത്തെ ടേക്കിലും കിട്ടി. ഏറ്റവും കൂടുതൽ വൈറലായ ബസ് വരുന്നത് രണ്ടാമത്തെ ടേക്കിലേക്ക്. അപ്പൊ മൊത്തത്തിൽ 3 ടേക്ക് എടുത്തുള്ളൂ എടുത്തിട്ടുള്ളൂ. ഓ, അത് സംഭവം കേട്ടോ. സാധാരണ ഇതല്ല സംഭവം. ഒരു വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഗാലറി ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ മൈന്യൂട്ട് എറർ വരെ ഒഴിവാക്കും. പക്ഷെ വീഡിയോയുടെ ഔട്ട്പുട്ട് ഇറങ്ങുമ്പോൾ എല്ലാം ക്ഷീണിച്ച് തളർന്ന് കൊട്ടി. അതാണ് ശരിക്കും വീഡിയോയുടെ റീച്ച് ആവാൻ ഞാൻ ഇത്ര നാൾ നോക്കിയത് വൈബല്ല നോക്കിയത്, പെർഫെക്ഷൻ നോക്കി വന്നുകൊണ്ടാണ് പറ്റിപ്പോയത്. വൈബ് നോക്കി ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി എറർ. ഇപ്പൊ ആ വൈറലായ വീഡിയോയിലും എറർ ഉണ്ട്. അനിമോളും കളിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. കൂട്ടത്തിൽ അവക്കല്ലായിരുന്നു എനർജി. ആ വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, കാണാൻ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അത് കണ്ടിട്ട് നമ്മൾ വീഡിയോ ചൂസ് ചെയ്യുക. ഞാൻ അങ്ങനെയുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ആ എറർ വരുന്ന ഭാഗത്ത് ഒന്നുകിൽ തീരെ ഇടാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ ബ്ലാക്ക് ഇട്ടിട്ട് ലോഗോ കയറ്റിയിടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ പൊടിപ്പും അങ്ങനെയൊക്കെ കയറ്റിട്ടാണ് ഞാൻ ഇതുവരെ റീൽസ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സാർ ഒരു സകലകല വല്ലഭനാ, അത് തെളിയിച്ചു കഴിഞ്ഞു. മക്കളെ ഇത്ര എനർജി എവിടുന്നാടാ? പ്രാക്ടീസ് ആയിരിക്കും. പാട്ട് കേട്ടാല് വൈബ് പിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ളവർ. എനിക്ക് എന്റെ പിള്ളേരുണ്ടോടാ. അതാണ് ഈ അങ്ങനെ ഡാൻസ് കളിക്കുന്നു, വൈറലാവുന്നു. അപ്പോഴും എല്ലാവർക്കും ഉള്ള ചോദ്യം, ഈ ഡ്രസ്സിങ് പാറ്റേൺ തിരഞ്ഞെടുത്ത ആരാ? എന്റെ അടുത്ത് രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് റീൽ എടുക്കാം സെറ്റ്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കാം എന്താ കോസ്റ്റ്യൂം എന്താ? നമ്മൾ വെള്ള പാൻ്റ് ഇടുന്നേ, അതിന് വേണ്ട എന്തെങ്കിലും ഒരു ടീഷർട്ട് ഇട്ടിട്ട് വാ. എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞേ. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ഈ ഒരു പച്ച ഇട്ടിട്ട് പോയി. ഇവരോടും പറഞ്ഞു. പക്ഷെ അല്ലാതെ ഇന്നൊരു റെഡ് ഇടണം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് വന്ന സമയത്ത് എന്റെ വേറെ ഷർട്ട് ഉണ്ടായിരുന്നു, ഒരു ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവര് നല്ല കളർ അടിച്ച് നിൽക്കുന്നു, ഞാൻ മാത്രം അങ്ങനെ ഷൊണ്ണ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വല്ല വീട്ടിൽ പോയി എൻ്റെ ഒരു മഞ്ഞ പിന്നെ എടുത്തോണ്ട് വന്നു. അങ്ങനെ എടുത്ത വീഡിയോ ആണ് അത്. അതാണ് ആ കളർ പാറ്റേൺ. അങ്ങനെയാണ് ആ കളർ പാറ്റേൺ പിന്നീട് പോപ്പിൻസ് ആയിട്ട് നമ്മള് ചിന്തിച്ചിട്ടേ ഇല്ല ഈ കളറിൽ അങ്ങ് കേറുന്നോ അല്ലെങ്കിൽ ആ കണ്ണാടി. പക്ഷെ ആ വീഡിയോ എടുത്തിട്ട് ഞങ്ങള് പ്രിവ്യൂ നോക്കുമല്ലോ. കാരണം ഈ 3 ടേക്കും എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് വീഡിയോ കാണൂല്ലോ, പുറകെ ഓടിപ്പോയി കാണൂലേ? അതില്ല. ഇവൻ ബാൽക്കണിയുടെ മുകളിലാണ് നിൽക്കുന്നത്, ഓടിപ്പോവാ. അപ്പം കണ്ടപ്പോൾ എനിക്ക് സംഭവം ദഹിച്ചു, ഇത് ഒരു മുതലുണ്ട് എന്ന് എനിക്ക് ബോധിച്ചു. അങ്ങനെയാണ് ആ വീഡിയോ വരുന്നത്. എന്നിട്ട് ആദ്യം ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ഈ ബ്ലൂപ്പർ ഇറക്കാം. എന്നിട്ട് എന്തായാലും എനിക്ക് ക്ലിക്കാവും, എന്തൊരു 5000 ലൈക്ക് വരാനുള്ള ഒരു സംഭവം ഉണ്ടാവും എനിക്ക് ഒരു ഊഹം ഉണ്ടായിരുന്നു ആദ്യം വീഡിയോ കണ്ടപ്പോൾ. എന്നിട്ട് പിന്നെ മെല്ലെ വീഡിയോ ഇറക്കാന്ന് വെച്ചേ. അപ്പം തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്കിയ വേർഷൻ ഉണ്ടോ എന്നുള്ളൊരു കമൻറ്റ് വന്നു. അപ്പം എനിക്ക് ഐഡിയ പോയി ഇതേപോലെ. അപ്പം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. അവള് പറഞ്ഞു ഇതേപോലെ ഈ കമൻറ്റിൽ നിന്ന് തന്നെ എടുത്തിടാൻ. എൻ്റെ മനസ്സിൽ ഞാനപ്പോൾ ചിന്തിച്ചു, പുള്ളിക്കാട്ടി തന്നെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തതാണ് ഇപ്പം അത് 800K ലൈക്സ് കിട്ടിയിട്ടുള്ള വീഡിയോ. ലിവിന്റെ ഗേൾ ഫ്രണ്ടിന് താങ്ക് യു. അതെ, ഓക്കെ. അങ്ങനെ കത്തിച്ച് കയറിക്കൊണ്ടിരിക്കുമല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഈ വീഡിയോ റോഡിലാക്കി? ഞങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് ആണ് ആദ്യം ഞങ്ങൾ അവിടെ ബിൽഡ് ചെയ്തത്. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സൈഡിൽ നിന്ന് ലൈറ്റ് വേണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നായിരിക്കും ലൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാരോ ആയിട്ടുള്ളൊരു സ്പേസാണ്. നാരോ മീൻസ് മനസ്സിലായി, കറക്റ്റ് സ്ക്വയർ അല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള. അപ്പം അവിടെ മിററിൻ്റെ അവിടെ ലൈറ്റ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള വൈബ്. വീഡിയോ എടുക്കാൻ ആ ദൂരം പോരാ. അപ്പം ഈ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് വീഡിയോ എടുക്കാറേ ഇല്ല.
ഒരുപക്ഷെ ഈ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത് ആ റോഡും ബസ്സും ഉൾപ്പെടും അല്ലേ? റോഡ്, ബസ്, ഡ്രസ്സ്, കണ്ണാടി, ഡ്രസ്, കണ്ണാടി ഇതെല്ലാം ഉൾപ്പെടും. പിന്നെ കണ്ണാടി എവിടെ? ആ പാട്ടിനൊരു കണ്ണാടി എവിടെ? കണ്ണാടി എടുക്കാൻ മറന്നുപോയതാണ് സത്യമായിട്ടും. പിന്നെ ആ പാട്ടിനൊരു ആവേശമുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കമന്റ് എന്താ അറിയോ, ഈ പാട്ടിനെ ഇത്രയും സ്നേഹിക്കാൻ തുടങ്ങി ഈ വീഡിയോ കണ്ടപ്പോഴാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു നീ മുമ്പ് പറഞ്ഞത് കൊട പിടിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ട് ആൾക്കാർ, പക്ഷെ ആ ഒരു വൈബും ആളുകള് എനിക്ക് തോന്നുന്നു അത് റിപ്പീറ്റേഷൻ കാണത്തില്ല. ആ കൊടയുടെ റീല് കണ്ടിട്ട് കുറെ പേര് വന്നിട്ട് കോപ്പി എന്നിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണോ കോപ്പി ആവുന്നേ? കുറെ പേര് അല്ല, അത് കോപ്പിയാണ്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കുക, ഇവിടുന്ന് പോവാം. കണ്ട കമന്റിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കമന്റും ഏറ്റവും ഹാപ്പി ആക്കിയ കമന്റും. ഏറ്റവും ഹാപ്പി ആക്കിയ കമന്റ് റെഡ് ഏത് സാധനം അടിച്ചേന്നുള്ളതാ ഏറ്റവും ഹാപ്പി ആക്കിയത്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ പേഴ്സണലി ഓരോരുത്തരുടെ കമന്റ് വരത്തില്ല, അതില് നോക്ക് ഏതാ കമന്റ് തോന്നിയേ? സന്തോഷമായിട്ടുള്ള കമന്റ് അതാ തോന്നിയേ. പിന്നെ മോശമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെടികൾ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാഡ് കമന്റ് വന്നായിരുന്നു. അത് മാത്രമേ കുറച്ച്. വേറൊരു കമന്റ് വന്നു, കോളനികൾക്ക് പോലും നാണക്കേട് എന്ന് പറഞ്ഞ കമന്റ് വന്നു. ഞാൻ റിപ്ലൈ കൊടുത്തു, എന്നൊരു സ്വയം പ്രഖ്യാപിത പരിഷ്കാരി. 3 വെടികളെന്ന് വിളിച്ചവന്റെ വീട്ടിലാവും പോയി വിളിക്കട്ടല്ലേ? അതെ അല്ലേ എന്റെ മറുപടി? അവരൊന്നും ഞാൻ അതിനെ ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ചില കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ, ചില കമന്റുകൾ റിപ്ലൈ അർഹിക്കാത്തതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തവന്മാര് പൊട്ടന്മാരാന്ന് വിചാരിക്കല്ലേ? വേണ്ടാന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കിയത് നമ്മള്. ഓക്കെ, അടുത്ത ആള്. എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നിയത് പിന്നെ ഈ കണ്ടതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ വീഡിയോ, ഇതുവരെ കണ്ടു വെച്ച ഏറ്റവും ബെസ്റ്റ് വീഡിയോ, കണ്ടിട്ട് മതിയാവുന്നില്ല, അങ്ങനെ കുറെ ഇത് ഇപ്പോഴും കമന്റ് വന്നുകൊണ്ടുണ്ട്. അങ്ങനെ തന്നെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സങ്കടമായിട്ട് അങ്ങനെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഉണ്ട്. പിന്നെ ഈ പച്ച കൊള്ളാം അല്ലെങ്കിൽ പച്ചേനെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ആരാന്നൊന്നും എനിക്കറിയില്ല, ഒരാൾ വന്നിട്ട് വേറൊരു കുട്ടീനെ മെൻഷൻ ചെയ്തിട്ട് ഇതാണ് ആ പച്ച, സംഭവം ഞാനാണ്, പക്ഷെ ആ കുട്ടീനെ മെൻഷൻ ചെയ്തിട്ട് ആ പച്ച ഇതാണ് ഈ. പലപ്പോഴും നിങ്ങളുടെ ഐഡികൾ ആൾക്കാർ കാണാതെ പോയിട്ടുമുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ബാക്കി കുറെ ആൾക്കാര് അവർ അക്കൗണ്ടിൽ റീച്ച് ആക്കിയിട്ടുണ്ട്. അതിനൊന്നും വിഷമം തോന്നിയിട്ടില്ല? ഇല്ലില്ല, സന്തോഷമേ ഉള്ളൂ. നമ്മളിത് കാണുമ്പോ ഇപ്പൊ ഞാനാണ് കാണുന്നത്, ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇവളാണെങ്കിൽ ആരാണെങ്കിലും ഓരോ ആൾക്കാര് വീഡിയോ എടുത്തിട്ട് മാക്സിമം പേജുകൾ ഇടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തൊക്കെ ചെയ്യുന്ന സമയം തീർച്ചയായിട്ടും പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ പോലും അറിയാം നമ്മൾ അതിലോകം എത്തിക്കഴിഞ്ഞിട്ടാ. ഇപ്പൊ നമ്മളെ ഒന്നിച്ച് പഠിച്ച കുട്ടികളാണെങ്കിലും എവിടെ നോക്കിയാലും ഇപ്പൊ നിങ്ങളാണല്ലോ ഓടി പോപ്പിൻസ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മള് പോപ്പിൻസ് ഒരു ബ്രാൻഡായി കഴിഞ്ഞല്ലേ? എവിടെ പോയാലും ഇപ്പൊ പേരിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് പോപ്പിൻസ് അല്ലേ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ വരുമ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു കടയ്ക്ക് കയറ്റാകുമ്പോൾ അവര് ചോദിച്ചു ഇത് അവരല്ലേ? അവര് ആത്മകഥം പറഞ്ഞു, അല്ല അവര് 2 സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞാണ്. അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ആളും വെയിറ്ററും കൂടി ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഞാനും കേട്ടു, ഞാൻ പറഞ്ഞു ഇത് അവര് തന്നെയാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അവര് ഭയങ്കര ഹാപ്പിയായി, ഞങ്ങള് നല്ല രീതിക്ക് സംസാരിച്ചൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്ത്. ഇനി പറ. എനിക്ക് എല്ലാം ഹാപ്പി തന്നെ ആയിട്ട് തോന്നി. പിന്നെ സങ്കടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ബസ് വന്നാലും ലോറി വന്നാലും ഞാൻ എന്റെ ഡാൻസ് അതൊക്കെ പറഞ്ഞ അപ്പൊ ഒക്കെ നല്ല ഹാപ്പിയായി. പിന്നെ ഞാൻ ഭയങ്കര എന്താ ഇത് ഹാപ്പി മൂഡിലാണ് ഡാൻസ് കളിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. എൻജോയ് ചെയ്താണ് കളിക്കുന്നത്. പിന്നെ എന്റെ ഹെയർ സ്റ്റൈലിനെ പറഞ്ഞു കൊറേ നല്ല രസമുണ്ട്. അത് വേറൊരു കാര്യമുണ്ട്, അത് അവൾ തന്നെ പറയും. സ്കൂളില് ഇവളുടെ ഹെയർ സ്റ്റൈല് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെ, ഞാൻ എന്താ പറയാ ഇങ്ങനെ കെട്ടിക്കൊണ്ട് എന്നോട് ക്ലാസ് ടീച്ചർ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ പ്ലീസ് കെട്ടരുത്, സ്റ്റാഫ് റൂമിൽ നിന്നെ കുറിച്ച് ചർച്ചയാണ്, നീ ഇങ്ങനെ ഹെയർ കെട്ടുന്നതിന് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹെയർ സ്റ്റൈല്. അതുപോലെ തന്നെ കമന്റും കുറെ വന്നു, ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്, ഹെയർ സ്റ്റൈലാണ് മെയിൻ. അന്ന് സ്റ്റാഫ് റൂമിൽ ഹെയർ സ്റ്റൈലിനെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് സ്റ്റാഫ് റൂമിൽ കൈ അടിക്കുന്നില്ലേ? അത് പറയാൻ പറ്റൂല, ചിലപ്പോ പറയും അവള് തുള്ളാൻ പോവാണ്, അങ്ങനെ പറയത്തുള്ളൂ. എടാ ഇതൊന്നും എല്ലാവർക്കും കിട്ടത്തില്ലടാ. സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന ആരോടെങ്കിലും വന്ന് കളിക്കാൻ പറയും, അയ്യോ എനിക്ക് താണവാ, ചെറിയതല്ല. ഹാപ്പി, ശരിക്കും ഹാപ്പിയായി. ശരിക്കും നിങ്ങളുടെ ടീമിന് കിട്ടുന്ന ഓരോ ലൈക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് സന്തോഷങ്ങളാണ്. അതെ അതെ അതെ. ഈ വീഡിയോ അല്ലാതെ വൈറലായ വേറെ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇത്രമേൽ ആളുകളിലേക്ക് എത്തിയത്? ഇത്രമേൽ ആളുകളിലേക്ക് എത്തിയതല്ല, മില്യൺ 2 മില്യൺ. പിന്നെ ഒരു വീഡിയോ തമിഴ്നാട് വൈബിലേക്ക് പോയിട്ട് ഭയങ്കര വൈബായി, ഫുള്ള് റീച്ചായി. രാജേഷ് എന്ന് പറഞ്ഞ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റിമിക്സ്, ഐ മീൻസ് മാഷപ്പ് ഇറക്കുന്ന ഒരു പുള്ളിക്കാരനാണ്.
പുള്ളി യുടെ മാഷപ്പ് എനിക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള മിക്സുകളൊക്കെ കേൾക്കും. എനിക്ക് ഓഡിയോ മിക്സ് ചെയ്ത ഓഡിയോസൊക്കെ എനിക്ക് സേവ് ചെയ്ത് വെക്കുന്നത്, കേൾക്കുന്നത്, അതിന് സ്റ്റെപ്പ് ഇടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു പാട്ട് കേട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ആദ്യം ഇതിൻ്റെ ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ട് സ്റ്റക്കായിരുന്നു. പിന്നെ വെഡിങ്ങിന് ഒരു ഇവൻറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പം ഇതിൻ്റെ ഫുൾ സോങ് അങ്ങ് എടുത്തിട്ട് ഒരു കൊറിയോ ചെയ്തിട്ട് പിള്ളേരെ പഠിപ്പിച്ചു. ഈ 5 പെൺപിള്ളേർ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് ചെയ്ത സാധനം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു. ജസ്റ്റ് അവളുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങ് പോസ്റ്റാക്കി. അത് ക്ലിക്കായി, ഒരുപാട് റീപോസ്റ്റ് പോയി. അതായത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് എൻ്റെ കാട്ടിയും വ്യൂസും ലൈക്സും മറ്റു പേജുകളിൽ വഴി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, തിരുനെൽവേലിയിൽ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, കന്യാകുമാരിയിൽ നിന്ന് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ കോൾ വരുന്നുണ്ട്. എനിക്ക് ഇനി പോവാത്ത സ്ഥലങ്ങളില്ല. പോകണത്രേ. ഇവര് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് പരിപാടികൾ. ഇതുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യാത്രയാ. ആട്ടെ. അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു കമന്റാ കേട്ടോ, എനിക്കും വിഷമം ഉണ്ടാക്കിയ ഒരു കമന്റാ. ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണോ, നിനക്കൊന്നും വേറെ പണിയില്ല ഇങ്ങനെ കിടന്ന് തുള്ളാന്. ശരിക്കും ഈ കാണുന്നവൻ ഒരു പക്ഷെ ഇതിനെ കഷ്ടപ്പാടിനെ പറ്റി അറിയത്തില്ലായിരിക്കും അല്ലേ? അവരോട് ഒരു സ്റ്റെപ്പ് കളിക്കാൻ പറഞ്ഞാൽ അവർക്ക് അതിന് കഴിയില്ലായിരിക്കും. പക്ഷെ അവരൊക്കെ വന്ന് കമന്റ് ഇടുന്നേ. അതെ, ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷ വാർത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കൂട്ടത്തിൽ ഡാൻസറാണോ ഞാൻ പോലും ചിന്തിച്ചു ലിബിന്റെ കേട്ടോ. ഇവരുടെ കൂട്ടത്തിൽ ഡാൻസറാ ലിബിനു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരിക്കലും ഇവരുടെ ഡയറക്ടറാണോ അല്ലെ ഇവരെ മാസ്റ്ററാണോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനൊരു കയ്യടി കേട്ടോ. ഇനി തോന്നിക്കത്തില്ല, 32 ഉണ്ട് എന്നാലും ഇനി മാസ്റ്ററിന് കുട്ടികളെ പറ്റി പറയാനുള്ളത് ഓരോരുത്തരെ പറ്റി പറയണേ. ഇവര് 3 പേരില് എൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പം ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വേറെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, മനിക്സിനും അതിലും. അവർ ബാംഗ്ലൂർക്ക് മൂവായി ഒരു 2 months ago. അപ്പം ക്ലാസ് നടത്താനും ഇപ്പം എനിക്കിപ്പം എല്ലാ സൺഡേസിലാണ് ക്ലാസ്. അപ്പം എനിക്ക് സൺഡേസിൽ ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് സ്റ്റുഡിയോ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ് അനന്യ. കൈ കാണിക്കണം. അനന്യ പ്രസന്റ് അവിടെ എല്ലാം അറ്റൻഡൻസ് എടുക്കുന്ന തൊട്ട് പഠിപ്പിക്കുന്ന തൊട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എല്ലാ ക്ലാസ്സിൻ്റെ സൺഡേ. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം നിലവിൽ? ഇപ്പോൾ രാജപുരത്ത് ഒരു 17 കുട്ടികളുണ്ട്, ബളാന്തോട് ഒരു 5 കുട്ടികളുണ്ട്. ബളാന്തോട് ഫിനിക്സ് എഡ്യൂക്കേഷൻ ഹബ്ബുമായിട്ട് സഹകരണത്തിൽ അവിടെ അവർ സ്പേസ് തരും, നമ്മളവിടെ പോയിട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ 2 സ്ഥലത്ത് ഇപ്പം ഞായറാഴ്ച ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. വിശ്വസിച്ച് 3 പേരെ താക്കോൽ ഏൽപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത 3 പേരല്ല, സ്റ്റുഡിയോയിലെ ആർക്ക് വേണമെങ്കിലും എനിക്ക് താക്കോൽ ഏൽപ്പിക്കാം. ഇനി അടുത്താണ് ഗായത്രീനെ എനിക്ക് മുമ്പേ അറിയാം. നമ്മള് സ്റ്റുഡിയോയിൽ വരുന്നതിന് മുമ്പ് എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടായിരുന്നു. ആളോടൊരു മോഡലും കൂടെ അല്ലേ? മോഡലൊക്കെയാണ്. അപ്പം മോഡൽ എന്ന് പറഞ്ഞാൽ ആദ്യം ക്യാമറ എടുക്കുന്ന ഫോട്ടോ പോസ്റ്റ് ഒക്കെ ചെയ്ത് മോഡൽ തന്നെ സെൽഫ് പ്രൊക്ലൈംഡ് മോഡലാണ്. അല്ല, ആരും പിടിച്ചു വഴിവെട്ടി വന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പം ഗായത്രി വരുന്നു. അപ്പം ആദ്യം വരുമ്പോഴൊക്കെ ഭയങ്കര എല്ലാരും പറഞ്ഞു മീൻസ് ഒരു ടോക്ക് ഉണ്ടാവില്ല, ഒരു പുതിയ ഒരാളെ വന്നിരുന്നു. ഞാൻ ഗായത്രിനോട് പറഞ്ഞു, എല്ലാവരുമായിട്ടും കമ്പനി ആയിക്കോ, ഇതില് നടപ്പാവില്ല. പരിപാടിക്ക് പോകുമ്പോഴാണെങ്കിലും എന്നാണെങ്കിലും നമ്മൾ ആ ഒരു കണക്ഷൻ റെഡി ആയി. തീർച്ചയായിട്ടും. പിറ്റേ ദിവസം തൊട്ട് ഗായത്രിയും എല്ലാവരും ഒറ്റ വൈബായി. അതുവരെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഗായത്രി അല്ലായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഗായത്രി എത്ര വെച്ച് വെയിറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റും അല്ലേ? പിന്നെ അനുമോള് ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അനന്യനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അനന്യയുടെ പോസ്റ്റിലൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആള് എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടുള്ള ശീലം മാത്രം. ആ സാധനം പ്രോഗ്രാമിന് ആള് തികയാതെ വരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് അയാൾ പറയും, എവിടെയെങ്കിലും കുറച്ച് ഡാൻസേഴ്സിന് ഒപ്പിക്കും ചോദിക്കുക. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടും, റിക്രൂട്ടിങ് ന്യൂ ഡാൻസേഴ്സ് അവിടെ വരും. അപ്പം 1-2 എൻക്വയറീസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആപ്റ്റായിട്ടുള്ളവരൊക്കെ എടുക്കും, അല്ലാത്തവരെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. നമ്മൾ എൻക്വയറി ചെയ്യുന്നവരൊക്കെ നമ്പർ നമ്മളൊരു അവസരം കൊടുക്കും, പ്രൂഫിറ്റ് എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്ത് വെക്കും. ആള് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നോക്കുമ്പം അത്യാവശ്യം ആദ്യം വരുമ്പോൾ ഒരു മാന്യത കാരണമൊന്നും മിണ്ടാതിരിക്കണമല്ലോ. ആ ഒരു മിണ്ടാതിരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടത്തി അവളാണെന്നേ ഉള്ളൂ,
ഇവളാണ് ചേട്ടത്തിയുടെ കളി മുഴുവൻ കളിക്കുന്നത്. അതെ 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 അല്ല അങ്ങനൊന്നുമില്ല. പക്ഷെ വാച്ചി ആദ്യം പോയിട്ട് ഇത് പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര കുഴപ്പം ഈ വന്നില്ല. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലെന്ന് പറയുന്ന പോലെ അവസാനം അല്ലേ ആ ചുമലയെ നമ്മളിങ് എടുത്തു. എടാ നീ ചേച്ചിയാണേലും പവർഫുൾ അവക്കെ അല്ലേ? അതെ 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 വീട്ടിലും വീട്ടിലും ഇങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. അടി കൂടുവോ? ഇല്ല അത്രയൊന്നുമില്ല, വാച്ചിയെ അടികൂടുള്ളൂ. ഒരു വീട്ടിൽ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. എടാ ഒരു വീട്ടിൽ തന്നെ ശരിക്കും വീട്ടില് ഞാനാ പാവം. ഇവര് നീ ഒന്ന് ഇവിടെ വന്നിരിക്കും. ശരിക്കും ഒരു വീട്ടിൽ തന്നെ 2 ഡാൻസേഴ്സ് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? പോട്ടെ, വീട്ടിൽ സപ്പോർട്ടാണോ അത് കേൾക്കട്ടെ. വീട്ടില് സപ്പോർട്ടാ, പക്ഷെ നമ്മുടെ റിലേറ്റീവ്സും നാട്ടുകാർക്ക് മാത്രമാണ്. ഞാൻ പറയാം, ഇവരുടെ റീച്ചേട്ടായി പുള്ളിക്കാരെന്ന് പറഞ്ഞാല് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പുള്ളിക്കാരനോട് അങ്ങനെ ഇതുവരെ സംസാരിച്ചില്ല. മീൻസ് പുതിയ കുട്ടികളെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കഴിഞ്ഞ് പ്ലസ് 1 സമയത്താണ്, 10 കഴിഞ്ഞ് പ്ലസ് 1ലേക്ക് വരുന്ന സമയത്താണ്. അപ്പോൾ ആ പ്രായത്തിലൊക്കെയുള്ള പിള്ളേരോട് ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കളൊന്ന് ഇന്നപോലെ നടത്തിപ്പുകാരനോടൊന്ന് സംസാരിക്കും. തീർച്ചയായിട്ടും പുള്ളിക്കാരന് കല ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. കലയെ പിന്നെ സ്പോർട്സ് പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിന് 100 പുള്ളിക്കാരൻ. പിന്നെ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഉണ്ടാ. നിന്റെ അടുത്തോട്ട് ഒരാളെ വീട്ടുകാർ വിടുമ്പം നിന്നൊരു വിശ്വാസമുണ്ട് അല്ലേ? നമ്മെ ആദ്യം ചോദിക്കുന്നതിൽ ഈ വിജയൊക്കെ ഉണ്ടോന്നാ പൊക്കോളാൻ പറയും. ഫോട്ടോ വല്ലോണ്ടും തരണേടാ. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ ഇഷ്ടമാണ്, സ്കൂളിൽ ഇഷ്ടമാണ്, കോളേജുകളിൽ ഇഷ്ടമാണല്ലേ? പക്ഷെ നാട്ടിൽ അത്ര ഭയങ്കര അപരാധമാ. പക്ഷെ നാട്ടില് കുറച്ച് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് പേര് എല്ലായിടത്തും ഉണ്ടല്ലോ, അതുപോലെ ഉണ്ട്. അതിപ്പോ സ്കൂളിലാണെങ്കിലും ഉണ്ട്. ഫുള്ളൊന്നും മൈക്കോട്ട് കൊടുത്തേ പറഞ്ഞതിൽ ഈ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്ന പോലെ നീയും പറഞ്ഞത്. ഉള്ളതങ്ങ് പറഞ്ഞു. ഇനി അത് വെച്ച് ഈ കൊച്ചിനെ ക്രൂശിക്കല്ലേ കേട്ടോ. ഉള്ളതങ്ങ് പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവരെ വിടും. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വേദന. അമ്മയ്ക്ക് പിള്ളേരല്ലേ. മക്കളെ ഒന്നും പേടിക്കണം. കാരണം എനിക്ക് നിരന്തരം വരുന്ന കമന്റ് ബോക്സ് നോക്കിയാൽ മതി. നിങ്ങളുടെ പകുതി വിഷമങ്ങൾ മാറും. പക്ഷെ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും നല്ല സപ്പോർട്ട്. അപ്പം ഞാൻ മംഗലാപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് എക്സാമിൻ്റെ സമയത്ത് വിളിക്കടി, ഇങ്ങനെ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, നിനക്ക് വരാൻ പറ്റുമോ? അപ്പം ഞാൻ നോക്കട്ടാ, എനിക്ക് എക്സാം ആ ഡേറ്റ് എക്സാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി കുട്ടികളെ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നല്ല. വിളിക്കുമ്പോൾ വീട്ടിൽ ചോദിക്കട്ടെ, അതിന് സംഭവമുണ്ട്. കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എക്സാമിന്റെ കാര്യം എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം. ഇത് വിളിക്കണ്ട, ഓരോ മിസ് കോൾ അടിച്ചാൽ വരും. വീട്ടിൽ ചോദിക്കുന്ന സംഭവം ഗായത്രിക്ക് സംബന്ധിച്ചിടത്തോളം ഇല്ല. കോളേജിൽ എക്സാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാബ് ഉണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നു എക്സാമിന്റെ കാര്യം നോക്കട്ടെ, ഇന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറയും. എന്നിട്ട് ഞാനൊരു 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാം, അമ്മച്ചി ഇന്ന പോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ടി വരും, ചിലപ്പോൾ എനിക്ക് വീട്ടിൽ വരാൻ പറ്റിയെന്ന് വരില്ല, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഞാൻ ബസ്സോ ട്രെയിനോ കയറി ഞാൻ തിരിച്ചിങ്ങോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. ആ ശരിയടി നീ. അതായത് വീട് മാലക്കല്ലാണ്, മാലക്കല്ലുള്ള കല്യാണത്തിന് ഡാൻസ് കളിച്ചാൽ പോലും വീട്ടിൽ പോവാതെ തിരിച്ചു മംഗലാപുരം. എനിക്ക് ലേറ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഡെഡിക്കേഷൻ ഭയങ്കരമല്ലടാ. അതാ ഇവിടെ നിങ്ങൾ എത്തിച്ചത്. അതും ഈ മഴയുടെ ഒക്കെ സമയത്തൊക്കെ ബസ് കയറി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് മംഗലാപുരത്തിന് അവിടെ വരെ വരുന്നില്ല. അപ്പൊ അങ്ങനെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ട്, ഡാൻസ് ആണെങ്കിൽ പോയിക്കോ. ഇപ്പൊ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, വീട്ടിൽ പണിക്കാരുണ്ടെങ്കിൽ പോലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ശരി ഞാൻ പണി ചെയ്തോളാം, നീ പോയിക്കോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വരെ വിട്ട ഇതുണ്ട്. ഇപ്പം ഫാമിലി ആണെങ്കിലും ഇപ്പൊ എന്റെ അയൽവക്കുള്ള ആൾക്കാരാണെങ്കിലും എടി പുതിയ റീലുണ്ടോ നീ അയക്ക്, ഞാൻ സ്റ്റാറ്റസ് ഇടട്ടെ, അങ്ങനത്തെ ആൾക്കാരാ. മനസ്സിലായി. ഈ വീട്ടുകാരുടെ സപ്പോർട്ട് ഏറ്റവും വലിയൊരു ബലം അല്ലേ? ബാക്കി ആരൊക്കെ എതിർത്താലും നമുക്കൊന്നുമില്ല. ധാരാളം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടില് ഞാൻ സ്റ്റുഡിയോ തുടങ്ങുന്ന കാര്യം ഞാൻ അവതരിപ്പിച്ചു. എന്നെ പോലെ ഒരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞങ്ങൾ 3 പേര് ആദ്യം ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോരുത്തർ വീട്ടിൽ പോകും. അപ്പം ഒന്നുമില്ലെങ്കിലും ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് കൈകടത്തലുകളാകുമ്പോൾ അവർക്കൊരു വിമിഷ്ടങ്ങളുണ്ട്, അവർ പറയില്ല, പക്ഷേ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ഒരു സ്പേസ് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അതിനുശേഷം ഒരു ഉപയോഗശൂന്യമായ ഒരു വീടുണ്ടായിരുന്നു ഒരു കൂട്ടുകാരൻ്റെ തന്നെ. അപ്പോൾ അവിടെ കുറച്ച് നാൾ ചെയ്തു. എന്നാലും അതൊരു മറ്റൊരു തന്നെ പറമ്പിലല്ലേ, അതെ നമുക്ക് സ്വന്തമായിട്ട് വേണം അങ്ങനെ ഒരു സംഭവം തുടങ്ങി. വേണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. അപ്പം ചേച്ചി എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ചേച്ചി ചോദിച്ചു എന്നാ ചിലവ് വരും? അതാ ചോദ്യതാ. അല്ല നീ തുടങ്ങണ്ട എന്നൊന്നും എതിർപ്പില്ല. എന്നാ ചിലവ് വരും? ഞാൻ എന്നെ ഒരു തുക പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ തരാം. പുള്ളിക്കാരത്തി അന്ന്
ഇങ്ങനെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഇതൊക്കെ പുള്ളിക്കാരത്തേക്ക് പഠിച്ച് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള പുള്ളിക്കാരത്തി കൂട്ടി വെച്ച പൈസയാണ് എനിക്ക് നീട്ടുന്നത്. അപ്പം അങ്ങനെ എനിക്ക് സപ്പോർട്ട് ഇരുന്നത്. അതായത് ചേച്ചി പൈസ തരാൻ റെഡി ആയാലും വീട്ടിൽ വേറെ കാരണവരുണ്ടല്ലോ, പുള്ളിക്കാരന് ഇച്ചിരി ഗർവുണ്ട്. പക്ഷെ സപ്പോർട്ടീവ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സപ്പോർട്ടീവ് ആണ്, ഇച്ചിരി ഹാർഡ് ആണെന്നേ ഉള്ളൂ, പക്ഷെ സപ്പോർട്ടീവ് ആണ്. കുറച്ച് ടൈം എടുക്കും പറഞ്ഞൊന്ന് ഇത് സെറ്റ് ആക്കി. പക്ഷെ ഞാൻ വരയ്ക്കുന്ന വരയിലേക്ക് എത്തും എൻ്റെ അപ്പ. കാരണം എനിക്ക് അതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. അങ്ങനെ ചേച്ചി പപ്പായോടും അമ്മയോടും ചേച്ചിയുടെയും കൂടി സപ്പോർട്ട് കൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് 2022 ഡിസംബർ 3-ാം തീയതി ഹൂഫിറ്റ് ഡാൻസ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുന്നത്. അതും ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും വെച്ച് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. അന്ന് തന്ന പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാ കേട്ടോ ഒരു വിജയം. അപ്പൊ വീട്ടിലെല്ലാം ഭയങ്കര സപ്പോർട്ടാ. നമുക്കൊരു ഗെയിമിലോട്ട് പോയാലോ? ഡാൻസ് മാത്രമല്ലല്ലോ കഴിവെന്ന് ആൾക്കാർക്ക് അറിയണ്ടേ. ഇനി ഗെയിമിലോട്ട് പോയല്ലേ. അപ്പൊ നമ്മളിന്ന് കളിക്കാൻ വന്ന ഗെയിമിന്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞ തെറ്റ്. അല്ല, നീ പറയണം. നീ പറയണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. നീ പറ. ആരെങ്കിലും പറ. അങ്ങനെ എന്തോ ആണ് പറയുന്നല്ലോ, അപ്പൊ ഡബ്ബായിരിക്കില്ല. ഡം സ്ലാഷ് ആണ് ദം ബിരിയാണി നമ്മള് കളിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ആരാ വരുന്നത് ഇതിനകത്ത്? മാസ്റ്റർ അല്ലേ എല്ലാത്തിലും മുന്നില്? അല്ലേ, സ്വന്തം പറഞ്ഞു വരാൻ പറ്റുന്ന ആരെങ്കിലും വരാൻ. അങ്ങനെ വാ, നീ വാ, ഫസ്റ്റ് വാ. അപ്പൊ ആൾ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. ഇന്ന് തകർക്കും. പറ്റും. കമോൺ കമോൺ, റെഡി. ഇപ്പോഴത്തെ സിനിമയാണോ? പുതിയ സിനിമ? നമുക്ക് ചോദിക്കാമോ? ചോദിക്കാം നമുക്ക്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. മലയാളം. ഭയങ്കര ബുദ്ധിയാ. അവളെന്തേലും ഒന്ന് കാണിക്കട്ടെ. പോപ്പുലർ ആയിട്ടുള്ള നടനാണോ? മോഹൻലാൽ, മമ്മൂട്ടി? യുവ നടനാണ്. ഓക്കെ. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, വടംവലിയുടെ പടമാണ്. കയറ്. ഇയാള് പറഞ്ഞ കേക്കല്ലേ? ഓ, മണിച്ചിത്രത്താഴ്. അല്ല, എടാ പൊട്ടാ, ഞാൻ തെറ്റിക്കും. അല്ലല്ല, അയ്യോ, ഈ ഇടയ്ക്ക് വന്നിരുന്ന അല്ല, ഞാൻ പറഞ്ഞു തരാം. പുതിയ സിനിമ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ പടം. തിയേറ്ററിലുണ്ടോ? തിയേറ്ററിലുണ്ട്. നമ്മളെല്ലാരും കണ്ട സിനിമയാണോ? നമ്മളെല്ലാരും കണ്ട സിനിമയാണോ? എന്നാ ആവേശം. നിങ്ങൾ ജീവിതം. ഓ, അപ്പം അപ്പൊ എനിക്ക് മാർക്ക് എഴുതുന്നുണ്ട്. അപ്പൊ അവക്ക് ഒരു മാർക്ക് അല്ലേ? അല്ല, ഇനി അറിയുന്നവർക്കാണോ അഭിനയിച്ച് കാണിക്കുന്നവർക്കാണോ മാർക്ക്? അവൾ അവിടെ വിജയമല്ലേ ഇത്? ഇത് നമ്മുടെ വിജയം. അടുത്ത കാണിക്കും. അപ്പൊ ഒരു കൈയടി. നല്ലപോലെ പെർഫോമൻസ് ചെയ്തു. ഇനിയും ബാ, ആളുകൾക്ക് ഏറ്റവും ഡാൻസിൽ ഇഷ്ടപ്പെട്ട ആ ചുമല പോപ്പിൻസ്. എളുപ്പമാണോ? പുതിയതാണോ? ആട്, പുലി, കോഴി, പശു, താറാവ്, താറാമുട്ട, പൊന്മുട്ടി ഇടുന്ന താറാവ്. ഓ, അപ്പം ഇനി ആരാ? ഇവിടല്ലേ പോവാനുള്ളേ? ഇത് ഒരു റൗണ്ട് ഈ കളിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓരോ മാർക്ക്. ഇതില് വിജയി എങ്ങനെ വരും? അത് ഞാൻ പറയും. പുലി, ആട്, അല്ല കാണ്ടാമൃഗം, തൊണ്ടയ്ക്ക് പേരെയാണോ എന്തോ? അങ്ങനെ സിനിമയൊക്കെ ഉണ്ട്. അടുത്ത അപ്പൊ ഇവരാണ് എനിക്ക് സിമ്പിൾ ആയിട്ട് ആൺസിംഹം. ഇവൻ വന്നപ്പോ വലിയ വിടലായിരുന്നേ. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നല്ലേ? എന്നാ ഒന്ന് കാണിച്ചോ.
ഞങ്ങൾക്കൊന്ന് അറിയണം. ഇത് നോക്കിയ പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിങ്ങൾ കാണാണ്ട് നോക്കണം. ഇതെവിടെ തുറക്കുന്നത്? എടാ നമ്മളെ നേരെയാണ് നീ തുറന്നേക്കുന്നേ. ഞാൻ കണ്ടിട്ടില്ല. എളുപ്പമാണോടാ ഇതൊക്കെ? എന്ത് കോഴി, മഴ, സ്പാനിഷ് മസാലയാണോ? ഷെഫിന്റെ എന്തെങ്കിലും ആണോ? ജീരകം, വിതറുന്നു, ഓ മറ്റേ തുളസി. തുളസി എന്ന് പറ. ഉപ്പ്. ഉപ്പിന്റെ വേറെ വാക്ക്. കല്ലുപ്പ്. സാൾട്ട്, സാൾട്ട്. അല്ലെ ആരാ പറഞ്ഞേ? സോൾട്ട് പേപ്പർ ആണോ? സോൾട്ട് പേപ്പർ ആണോ? ഓ പിള്ളേരെല്ലാം മിടുക്കരാ. ഇനി ഞാനൊരു അലക്കും മക്കളെ. ഇതൊന്നും എടുക്കാവേ. പറ്റത്തില്ല എനിക്ക്. പറ്റത്തില്ല. ഒന്നും എടുക്കാം. കാരണം പറ്റത്തില്ല. ഈ സിനിമ ഇറങ്ങിയപ്പോ എനിക്ക് പനിയായിരുന്നു. ഞങ്ങൾക്ക് സുഖം ഉണ്ടായിരുന്നു. അയ്യോ ഇത് ഞാൻ എങ്ങനെ കാണിക്കും ഇത്? ഡു ഓർ ഡൈ. രണ്ട് വാക്ക്. ആ രണ്ട് ഇത്. അതെ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. മിണ്ടാൻ പാടില്ല. എല്ലാവരും അറിയാത്ത പോലെ അഭിനയിക്കും. കോഴി, പോകുന്നു, പോയി, ആന, അലക്കിയിടുന്നു. ആന അലറലോട് അലറൽ, ആനമോതിരം, ആനച്ചന്തം, ആനയുടെ സിനിമ, തൃശ്ശൂർ പൂരം. വെള്ളാന, അത്ര സന്തോഷം വേണ്ട, കുറച്ച് കഷ്ടപ്പെട്ട ഉറപ്പിച്ച. എടാ ഇവൻ അവിടെ ഇരുന്നോണ്ട് നിനക്ക് ഇപ്പഴാ തരാമോ? ഭയങ്കര തെറ്റിച്ചു. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ നിനക്ക്. 4 ചോക്കോബാർ ഐസ്ക്രീം ഉണ്ട്. ഓക്കെ, ഇത് ഓരോരുത്തർക്കായിട്ട് ഞാൻ തരും. പെട്ടെന്ന് ആദ്യം ആര് കഴിച്ചു തീർക്കുന്നു അവർക്ക് വലിയൊരു സമ്മാനമുണ്ട്. ഗൂഗിൾ പേ ഒക്കെ ഉള്ളവരാണോ നിങ്ങള്? ആണ്, ശരി. ആദ്യം ആര് കഴിച്ചു തീർക്കുന്നു? ഫസ്റ്റ് ആദ്യം കഴിച്ചു തീർക്കും. സമാധാനത്തിൽ കഴിച്ചാൽ മതി, നമുക്ക് പൈസ ചേർത്തെടുക്കാം. അപ്പൊ റെഡി സ്റ്റാർട്ട്. പൊട്ടിക്കുന്ന പോലെ സ്റ്റാർട്ട് ആക്കി. ഇത് പൊട്ടൂല, പ്ലീസ് പ്ലീസ്. പൊട്ടിക്കുന്ന പോലെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് കയ്യൊക്കെ വിറയ്ക്കുന്നു. എടാ ഓ പെട്ടെന്ന് കിട്ടുന്നേ. വലിപ്പം കുറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ചൂടാണല്ലോ. പയ്യ മതി. കിട്ടുന്നതാണ്ട്. ഇതാ 1ാം സ്ഥാനം നേടിക്കൊണ്ട് പച്ച. എന്തായാലും ഞാൻ മേടിക്കുമ്പോൾ എൻ്റെ മണ്ടന്മാർ മത്സരിക്കുന്നു. ഇതിന് ഒരു രക്ഷയില്ല കേട്ടോ. സമ്മാനം നിങ്ങൾ ചുമ്മാ ഇരുന്ന് തിന്നുന്ന പോലല്ല, കിടുക്ക സമ്മാനമാ. ആണ്ട് കിടുക്ക് സമ്മാനമാണ് എൻ്റെ പിള്ളേർക്കല്ലേ. അതെനിക്ക് കിട്ടുമെന്നല്ലേ? ഓ ഫസ്റ്റ് സെക്കൻഡ് അവരാണല്ലോ, ആ നെല്ല് നമുക്കുള്ളതാ. ഓക്കെ, അപ്പൊ ഗെയിം അടിപൊളിയായിട്ട് വിജയകരമായി. ആരാ വിജയിച്ചത് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു ഞാനാ വിജയിച്ചത്. പറയത്തില്ല, ഞങ്ങൾ പൊട്ടന്മാരാണോ? ഞാൻ പറഞ്ഞു ഞാനാ വിജയിച്ചത്. എൻ്റെ അത്ര ടേസ്റ്റിൽ അവർക്ക് ആർക്കും കഴിക്കാൻ പറ്റിയിട്ടില്ല. പ്രേക്ഷകർ ആഗ്രഹിച്ച വിജയമായിരുന്നു കേട്ടോ, നിങ്ങളുടെ എല്ലാവരും സുന്ദരിക്കുട്ടി. കൺഗ്രാറ്റ്സ്. സെക്കൻഡിനും കൺഗ്രാറ്റ്സ്. എന്തിനാണ് അപ്പൊ ആരാ വിജയി? ആരാ? ഞാനല്ലേ. ഡയറക്ടർ പറയട്ടെ, കാരണം നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ വിജയനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം പല രീതിക്കാണ്, അതിന്റെ സ്കെയില് പലതാണ്. എന്നാലും ഒരു സ്കെയിലിന് കൊടുക്കുന്നത് തെറ്റുണ്ടോ? ഇല്ല. കിമ്മ് പറഞ്ഞെല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ കിമ്മിനൊരു കൈയടി. പക്ഷെ നിങ്ങൾ ഇതുവരെ പറഞ്ഞ പേര് കിമ്മെന്നല്ലോ. അനു. അത് ഞാൻ കഷ്ടപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്, എന്റെ വായിൽ കിമ്മെന്നേ വരുള്ളൂ. ആണോ? അപ്പൊ ആ കിമ്മെന്ന് പേര് വന്നൊരു വഴി ഒന്ന് പറഞ്ഞു. അത് അവള് പറയട്ടെ, എനിക്ക് അറിയത്തില്ല. എന്നോട് കണ്ടപ്പോ തൊട്ട് കിമ്മെന്ന് പറയാൻ. അതെന്ന് വെച്ചാ പണ്ട് ഇൻസ്റ്റ അക്കൗണ്ട് ഇങ്ങനെ
എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചേട്ടായിക്കൊക്കെ ഭയങ്കര ഞാൻ തുടങ്ങാൻ പാടില്ല, വാച്ച് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കിമ്മനൊന്ന് ചുമ്മാ ഇട്ടു. അപ്പം എനിക്ക് BTS, ബ്ലാക്ക് പിങ്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, തലക്ക് കയറിയിരിക്കുന്ന ടൈമാണ്. ആ അങ്ങനെ ആകുമ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ട് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് പക്ഷേ സ്പോർട്സിന് പോയപ്പോൾ ജേഴ്സിയിൽ ഞാൻ എന്ത് ചെയ്തു, കിമ്മനൂന്ന് അടിച്ച് ബാക്കിൽ സംസ്ഥാനത്ത് പോയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയപ്പോൾ ജേഴ്സി ഇട്ടുകൊണ്ട് പോയപ്പോൾ എല്ലാവരും അതായത് കിമ്മനു ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ആദ്യം അക്കൗണ്ട് തുടങ്ങി കിമ്മനു എന്ന് തന്നെ പറഞ്ഞിട്ട് പെർമനന്റ് ആയിട്ട് തുടങ്ങി. അങ്ങനെയാണ് കിമ്മനു. പിന്നെ അപ്പോൾ ഇൻസ്റ്റയിൽ കിമ്മനു ആയതുകൊണ്ട് എല്ലാവരോടും പറയുമ്പോൾ കിമ്മനു എന്ന് പറഞ്ഞു എല്ലാവരും എനിക്ക് അതെ അനുമോളെന്ന് ഇഷ്ടമല്ല എന്നെ വിളിക്കുന്നത്. എന്നെ കിമ്മനു എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കിമ്മനു എന്നല്ല കിമ്മ് എല്ലാരും പറഞ്ഞു ചേട്ടായിക്ക് ഫസ്റ്റ് വിളിച്ചപ്പോ അനുമോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കിമ്മ് എന്ന് വിളിച്ചത്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അത് തിരുത്തി കിമ്മ് വിളിപ്പിക്കും. അതെ അപ്പൊ സംസാരിക്കട്ടെ. അതെ കിമ്മ് എന്ന് വിളിക്കുന്ന തന്നെ എനിക്കിഷ്ടം. അങ്ങനെയാണ് കിമ്മ് എന്നുള്ള പേര് വന്നത്. ഇനി അടുത്ത ആൾക്ക് എന്തോ വീട്ടിൽ വിളിക്കുന്നേ? എന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിളിക്കില്ല, എന്നെ വിളിക്കുന്നോ ഇല്ല. വീട്ടില് ചേട്ടന്മാരൊക്കെ എന്നെ ഗായത്രി തന്നെ വിളിക്കാറ്. പിന്നെ എന്നെക്കാട്ടിൽ ചെറിയ ചെറിയ ആൾക്കാര് കസിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അനിയന്മാരൊക്കെ കുഞ്ഞേച്ചിന്ന് വിളിക്കും. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ പെണ്ണേന്ന് വിളിക്കുക. അപ്പം വീട്ടിൽ ഒറ്റമോള, 2 ആണും 1 പെണ്ണും. പിന്നെ കുടുംബത്താണെങ്കിലും നമ്മളൊരു 10 പേരക്കുട്ടികളിൽ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി 8 ആണുങ്ങളാ. അപ്പോൾ അവർക്കിങ്ങനെ ആറ്റുനോറ്റ് ആദ്യം ഉണ്ടായതാണ്, പിന്നെ ഉണ്ടായതാണ്, അങ്ങനെ വന്ന് ഒരു 4ാമത്തെ 5ാമത്തെ എന്താ ഞാനാവുന്നത്. ആ സമയത്ത് പെണ്ണാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞി പെണ്ണേന്നൊക്കെ വിളിച്ചിങ്ങനെ കൊഞ്ചിക്കുന്ന സമയത്ത് അങ്ങനെ പെണ്ണേന്നായത്. ഈ ഒരുപാട് റീൽസിൽ ഈ വൈറലൊക്കെ ആയ സമയത്തെ പ്രപ്പോസലുകളൊക്കെ ഒരുപാട് വരാറുണ്ടോ? എങ്ങനെ? എനിക്ക് ഇഷ്ടമാണ്. അറിയത്തില്ല എങ്ങനെ ഒരു കമന്റില് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആള് പേര് അറിയില്ല, ഏതോ ഒരാള് വന്നിട്ട് കമന്റില് എനിക്കിഷ്ടാണ് അങ്ങനെ വന്നിട്ട്. അപ്പൊ ആള് ട്രോളിയിട്ട് അതിന്റെ താഴെ അതെന്താ നിനക്ക് നാട്ടില് പെണ്ണില്ലഞ്ഞിട്ടാണോ കമന്റിൽ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ ഡാൻസ് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, അല്ല നിങ്ങളുടെ ടീമിൽ ഒന്ന് അംഗമാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് നിങ്ങളുടെ ടീമിൽ വരാനുള്ളൊരു വഴി എന്തുവാ? ഇതുപോലെ എനിക്ക് എൻക്വയറീസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്നെ പോലെ നമ്മുടെ ട്രൂപ്പിൽ പെർഫോം ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് ഹൈലൈറ്റിൽ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എപ്പോഴും കീപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും ഹൈലൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഹൈലൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഇടും. അപ്പം ഹൈലൈറ്റിൽ എപ്പോഴും ആദ്യം തന്നെ വരും. അപ്പം പെട്ടെന്ന് നമ്മുടെ പേജ് കാണുന്ന ആർക്കെങ്കിലും ഇന്ന പോലെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ ബ്രോയ്ക്ക് ഞാൻ ലിങ്ക് അയച്ചു തന്നില്ലേ, എല്ലാ സോഷ്യൽ മീഡിയയിലെയും ലിങ്ക്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഇത് സ്റ്റുഡിയോ തുടങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനും അനിക്സനും അനിനി ഞങ്ങൾ 3 പേരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ 3 മാസം കൊച്ചിയിലുണ്ടായിരുന്നു ഇന്റേൺഷിപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ചെറിയ പാഠങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അത്യാവശ്യം ആ ഒരു രീതിക്ക് അതുകൊണ്ട് കൂടി ആയിരിക്കാം എനിക്ക് എന്താണ് എവിടെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പോസ്റ്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. എപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സ്റ്റോറി ആണെങ്കിലും ഡെയിലി ഒരു സ്റ്റോറി, വെറുതെ നമ്മളെ ഗാലറിയിൽ ഇഷ്ടംപോലെ വീഡിയോസ് സ്റ്റോറി കിടപ്പുണ്ടല്ലോ, എടുത്തിട്ടൊക്കെ ഇപ്പോൾ ഇന്ന് ചിലപ്പം പരിപാടി കഴിഞ്ഞ് ഇന്ന് ഇടുകയല്ല, ഇന്ന് ചിലപ്പോൾ ആവശ്യം സ്റ്റോറി ഉണ്ടാവും, അപ്പോൾ നാളത്തേക്ക് സെറ്റ് ചെയ്യും. വൈറലാകുക എന്ന് പറഞ്ഞാൽ ആ വീഡിയോ വൈറലായി അതവിടെ തീർന്നു, അതവിടെ ഡെഡ് എൻഡ് ആവും. പക്ഷേ അത് തീരുന്നതിന് മുമ്പ് അടുത്ത സാധനം ഇറക്കി പോകുമ്പോഴാണ് അവിടെ ഗ്രോത്ത് വരുന്നത്. അതായത് എത്തപ്പെടാൻ എളുപ്പം, നിലനിൽക്കാൻ പാടാണ്. ഒരു സിനിമ ടോവിനോ പറയുന്നില്ലേ, കാരണവന്മാരുണ്ടാക്കി വെച്ചത് അവിടെ നോക്കി നടത്തണമെങ്കിലും ഒരു സാധനം വേണമെന്ന്. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് ചോദിക്കാം, എന്തോ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഇനി മുന്നോട്ട്? എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡയറക്റ്റ് ചെയ്യണം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു. ഇപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, പക്ഷെ അതിൽ വീട്ടിൽ സപ്പോർട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഇവളെന്തോ ആയി, ഇങ്ങനെയാണോ അവളുടെ ഫ്യൂച്ചർ എന്നങ്ങനെയൊക്കെ. അപ്പം അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഡാൻസ് വന്നു. അതിൻ്റെ കൂടെ ഇപ്പം എല്ലാമായിട്ട്, അതായത് ഞാൻ എഴുതും, സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട് 8ാം ക്ലാസ് മുതൽ. അങ്ങനെ സ്റ്റോറീസൊക്കെ എഴുതി ഒരു ഷോർട്ട് ഫിലിം പോലെ ആക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ വലുതാവണം, ഞാനിപ്പോൾ ചെറുതാണ്, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ട്. ചെറുപ്പത്തിൽ നീ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പോൾ ചിന്തിക്കണ്ടേ? അഡ്വാൻസ് സ്റ്റിച്ചിങ്. അപ്പം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അമ്മ
തയ്ക്കും. അമ്മയ്ക്ക് ഷോപ്പൊക്കെ ഉണ്ട് ഞങ്ങളുടെ ടൗണിൽ തന്നെ. അപ്പം ഞാനപ്പം ചെറുപ്പം മുതൽ അമ്മ ഇങ്ങനെ തയ്ച്ച് അങ്ങനെ കണ്ടുപഠിച്ച് ഞാനൊരു 2ാം ക്ലാസ് മുതൽ അത്യാവശ്യം ഡസ്റ്ററൊക്കെ ഇല്ലേ നമ്മൾ ഈ സ്കൂളിൽ, അതിലൊക്കെ ഞാനായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പം അതൊക്കെ ചെയ്യും. അങ്ങനെ തയ്ച്ച് ഇപ്പം ഞാനൊരു സ്വന്തമായിട്ടൊരു അഡ്വെൻ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് തുടങ്ങി, പേജ് തുടങ്ങി. അമ്മയുടെ ഷോപ്പിൻ്റെ പേരും അഡ്വെൻറ്റ് തന്നെയാണ്. അപ്പം അതിലിപ്പം ഞാൻ ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരു പെർഫോമൻസിന്റെ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തതും തുണി ആ വീഡിയോ ആണ് വൈറലായത്. ആ ഒരു 5 ഗേൾസ് കളിക്കുന്ന ഒരു തമിഴ്നാട്ടിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ ആ ഒരു. അപ്പം അതിൽ നമ്മൾ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം ഇവിടെ തയ്ച്ചു. ഒരു പർപ്പിൾ കളർ. അപ്പൊ നിങ്ങളുടെ ടീമിൽ തന്നെ കോസ്റ്റ്യൂം ഡിസൈനർ, ഡയറക്ടർ, പുറത്തു പോകേണ്ട ആവശ്യമില്ല. എടോ സ്കൂളില് പഠിത്തത്തിൽ ബാക്കിലോട്ടാണെങ്കിലും സ്കിൽ ടാലന്റ് നോക്കുമ്പോൾ അനന്യ റെജി എന്തായാലും ഉണ്ടോ. അവിടെ നമ്മളെ ആർട്സിന് നാടകം അഭിനയിക്കും, അതിന് ഫസ്റ്റ്. ഞാൻ തന്നെയായിരിക്കും സംഗീതം നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിന് ഫസ്റ്റ്. പാട്ട് പാടുന്ന പാട്ട് എനിക്ക് തോന്നുന്നത് അമ്മ എപ്പോഴും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നിനക്ക് ഡാൻസിനേക്കാളും കഴിവ് കിട്ടിയത് പാട്ടിനാണ്. പക്ഷെ ഞാൻ ആ പാട്ട് അങ്ങനെ അധികം കൊണ്ടുപോയില്ല, പഠിച്ചിട്ടൊന്നുമില്ല, അതവിടെ സ്റ്റോപ്പ്, അതങ്ങനെ പോയി. പക്ഷെ ഡാൻസ് എന്ന് പറയുന്നത് കഴിവൊന്നും അത്ര ഇല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ ഡാൻസ് ഒരു പ്രാന്താ. അതെ അതെ. അവള് അഹങ്കാരത്തിൽ പറയുന്നതായിരിക്കും ചിലപ്പോ. ഇത് പറയാനൊരു വേദി കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. അല്ല, പറയണം മേഡം. ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര വീഡിയോസ് ഇപ്പം ചെയ്ത് കാണും? ഇപ്പം പോസ്റ്റ് ആയിട്ട് 135 വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോലും വിളിക്കാൻ കാരണം എന്തുവാ? വൈറലായത് കൊണ്ട്. കിട്ടിയ അവസരം നിങ്ങൾ പറയണം. 135 വീഡിയോ എടുത്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? കണ്ടിന്യൂ. ഞാൻ യൂഫിറ്റിലൊക്കെ വരുന്ന തുടക്കം അത്യാവശ്യം കളിക്കും, ഒരു ആവറേജ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയും നീ കുറച്ചും കൂടെ നന്നായി. അത് മനസ്സിലാവും, എന്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ സ്പോർട്സും ഉണ്ട്, എല്ലാം. അമ്മ ഡാൻസ് കളിക്കും, അങ്ങനെ എല്ലാം ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പം എനിക്ക് ആ ഒരു ഇതിലോട്ട്, അതായത് വിഷ്വൽ മീഡിയ ആ ഒരു ഫീൽഡിൽ അല്ലെ എന്താ അങ്ങനെ അങ്ങനെ ആയിട്ട് പോകാൻ താല്പര്യം. പക്ഷെ വീട്ടിൽ പിന്നെ നമ്മൾ അത്ര വലിയ റിച്ച് ഒന്നും അല്ല, അതുകൊണ്ട് അതിൻ്റെ സാഹചര്യവും പിന്നെ നാട്ടുകാരുടെ ഓരോന്ന് കേൾക്കണം. പിന്നെ ഡാൻസും വിടാൻ പറ്റില്ല, അപ്പം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പം ഇതൊക്കെ വെച്ച് ഈ ഒരു റീസണൊക്കെ വെച്ചുകൊണ്ട് ഒരു റിലേഷനിലോട്ട് പോകാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു പക്ഷെ പോയാൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? അവർക്ക് ഫ്യൂച്ചർ അവരുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതാക്കാലോ. ഞാൻ അങ്ങനെ വെച്ചിട്ടാ ഇരിക്കുന്നത്. ഈ കഷ്ടപ്പെട്ട് വന്ന ഒരു ലെവലിൽ എത്തുമ്പോൾ പുറകോട്ട് നോക്കും കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലേ? അതെ അതെ. ഇനി അടുത്ത അല്ലടാ വിറ്റിയല്ലടാ, അടുത്ത ആള്. ഓക്കെ, എന്താ ആഗ്രഹം? എൻ്റെ ആഗ്രഹം, ഇപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ജോലിയും അതുപോലെ ഡാൻസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ട് അതേപോലെ എൻ്റെ മാക്സിമം ഞാൻ ഇവരുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജോലിയും വേണം, എനിക്ക് എൻ്റെ ഡാൻസും കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമെന്ന്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ അമ്മയൊക്കെ എന്നോട് പറയും നമുക്ക് റീൽ എടുക്കാടി, ഒരു ഡാൻസ് ഒക്കെ. ഇപ്പോൾ അമ്മയും മോളും കളിക്കുന്ന റീലൊക്കെ എനിക്ക് അയച്ചിട്ട് പറയും നമുക്കിത് കളിക്കാം. ഞാനൊന്ന് പോവാൻ വെച്ചി, അപ്പോൾ ഞാനൊന്ന് പോയിക്കേ എടി, എന്താടി അവർ കളിക്കുന്ന കണ്ടില്ല, ഇവർ കളിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ കളിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ മൂത്തേട്ടനാണെങ്കിൽ എൻ്റെ കൂടെ ഈ ലിപ്സിംഗ് എടുക്കുന്ന വീഡിയോ അതിലൊക്കെ ചെയ്യും. രണ്ടാമത്തേട്ടൻ അങ്ങനെ ഭയങ്കര ഷയ്യ, അവൻ ഫോട്ടോ പോലും അങ്ങനെ എടുക്കില്ല, പക്ഷെ നന്നായിട്ട് പാടും. വീട്ടിലെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അച്ഛനും അമ്മയൊക്കെ പാടും. അങ്ങനെ കോളേജിലൊക്കെ ഫാൻസ് ഉണ്ടോ? ഫാൻസ് അങ്ങനെയില്ല. പിന്നെ ഇപ്പം ഇവള് പറഞ്ഞ പോലെ നമുക്ക് പഠിത്തത്തിൽ അത്ര ഇല്ലെങ്കിലും അങ്ങനെ ഞാൻ വലിയ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്നതൊന്നുമില്ല, ആവറേജ് അത്ര തന്നെ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും നമ്മളെ ക്ലാസ്സിൽ മൈൻഡേ ചെയ്യില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടീച്ചർമാരാണെങ്കിൽ ഒരു 1-2 കുട്ടികൾ ഫേവറേറ്റ് ഉണ്ടാവും, അല്ലെ ബാക്കി ആൾക്കാർ മൈൻഡ് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടോയെന്ന് പോലും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഫസ്റ്റ് പേര് ഗായത്രി എന്നായിരിക്കും. അങ്ങനെ അപ്പം പ്രോഗ്രാം നമുക്ക് നമ്മുടെ കഴിവ് കാണിക്കാനുള്ള ഒരു സ്റ്റേജ് ആണല്ലോ, അപ്പം ഞാൻ പോയി പ്രോഗ്രാം ചെയ്യും. അങ്ങനെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഗായത്രി. അപ്പം പഠിച്ച കോളേജിൽ തന്നെ ഇനാഗ്രേഷന് പോകാൻ ഒരു അവസരം കിട്ടട്ടെ. ഓക്കെ, അടുത്ത. എനിക്ക് ആഗ്രഹമായിട്ടില്ല. ഈ വാച്ചി ചേച്ചി എന്താണോ ചെയ്യുന്നത് അതെ, കൂടെ തന്നെ ഇപ്പൊ ഞങ്ങളൊരു എന്താ പറയാ വീട് ഇപ്പം ഭാവിയിൽ വെക്കുകയാണെങ്കിലും ഒന്നിച്ച് തന്നെ നിക്കണം എന്നാണ് ആഗ്രഹം. അതായത് ഒരിക്കലും എന്താ പറയാ വേർപെട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിച്ച് തന്നെ നിൽക്കണം. അപ്പോൾ അവളെന്നാ വാച്ചി എന്താണോ ചെയ്യുന്നത് അതിന്റെ കീഴിൽ ഞാനുണ്ടാവും, അതാണ് ആഗ്രഹം. പിന്നെ ഞാനായിട്ട് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. തീരുമാനം സമയങ്ങളുണ്ട് അല്ലേ?
ഇനി ഒരേ ഒരു രാജാവ് ഡാൻസിന്റെ പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് തീരുമാനം എടുക്കാൻ സമയമില്ല, ഇപ്പോഴൊരു തീരുമാനം എടുക്കണമെന്നാണ്. എടുക്കണമെന്നാണ് അങ്ങനെ പറയാൻ കാരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളോട് എന്തായാലും, കാരണം എനിക്ക് പറ്റിപ്പോ തെറ്റതാ. ഞാൻ ഈ ഡാൻസിലായിരുന്നെങ്കിലേ ഞാൻ ഡെഡ് എൻഡ് ആയിരുന്നു. എനിക്കൊരു എന്താണ് ഒരു ജോലിയോ എന്തോ എനിക്ക് അങ്ങനെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെട്രിക്സിലേക്ക് എനിക്ക് കയറാൻ താല്പര്യമില്ല ജോലി. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞ് തുടരാം. ആക്ച്വലി ഡ്രീം എന്താണെന്ന് അവിടെ ചോദിച്ചപ്പോഴേ ഞാൻ ശരിക്കും ആലോചിച്ച കാര്യം, ആക്ച്വലി ഐ എം ലിവിങ് ഇൻ മൈ ഡ്രീം. ഞാനിപ്പോൾ എൻ്റെ സ്വപ്നത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിൻ്റെ സ്കെയില് കൂട്ടുക എന്നേ ഉള്ളൂ. ഇനി ഇപ്പം പ്രോഗ്രാം ചെയ്യുന്നതാണെങ്കിലും വലിയ ലാർജ് സ്കെയിലുള്ള പ്രോഗ്രാമുകളിലേക്ക് എത്താൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ. ഇവൻ ഇത്രയും ചിരിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കുമല്ല, ഉള്ളിൽ ഒരുപാട് വിഷമമുള്ള ഒരു വ്യക്തിയല്ലേ, പക്ഷെ അത് നിങ്ങളെ അറിയിക്കത്തില്ല പലപ്പോഴും. മാക്സിമം അറിയിക്കാണ്ട് നോക്കാനേ നോക്കുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഡാൻസറാണ്, ഡയറക്ടറാണ്, അതിലുപരി ഒരു റാപ്പറല്ലേ. അവൻ മൂടൊന്ന് മാറ്റിയാലോ? അങ്ങോട്ട് അടിക്കണം അങ്ങോട്ട്. നീ അങ്ങ് അടിക്കും, നീ വരും സാധനം വരും. പറ. ഞാൻ 2019 സമയത്താണ് ആദ്യമായിട്ട് റാപ്പ് എഴുതണമെന്ന്, അങ്ങനെ റാപ്പ് എഴുതുന്നില്ല, റാപ്പ് സോങ് ഒക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയം, മീൻസ് മലയാളത്തിൽ റാപ്പൊക്കെ ഇറങ്ങി അറ്റൻഷൻ കിട്ടി തുടങ്ങുന്ന സമയം. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ഞാൻ മെല്ലെ എഴുതാനിരുന്നു. എൻ്റേതായ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ കുറച്ച് വരികളാണ്. അന്നത്തെ അറിവും അന്നത്തെ ഭാവനയും വെച്ച് എഴുതി. ഇപ്പോഴത്തേതായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എരിയുന്ന പുക ഇത് എവിടെ നിന്നറിയില്ല, തരിയില്ലെന്നാണോ എനിക്ക് ഇവിടെ അത് പറയാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്ന അപ്പനുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കുത്തി കുത്തി കളിക്കുന്ന മോനുമുണ്ട്. പടിയട മഠയാ, നിനക്ക് എന്ത് വേണം ഇനി കളിക്കണ്ട എന്നോട്, നീ ഇത് കുറെ കണ്ടതാ ഞാൻ. ഞാൻ അന്ന് എഴുതിയ സമയത്ത് ഞാൻ ഈ പോർഷൻ ഞാൻ എഴുതി, എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. 2019 സമയത്ത് അങ്ങനെയാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയെന്നുള്ളതിൻ്റെ ഒരു അഭിമാനം, അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ റൈറ്റിങ് സ്റ്റോപ്പായി. അതിൻ്റെ ബാക്കി എഴുതിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഈ ഇങ്ങോട്ട് ഷൂട്ടിന് വരുന്നതിൻ്റെ തലേദിവസം ഒരു ഷൂട്ടുണ്ടായിരുന്നു, ഒരു റാപ്പ് സോങ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡാൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ പണ്ട് റാപ്പൊക്കെ എഴുതായിരുന്നു എന്നിട്ട് പുള്ളിക്കാരൻ ഈ വരി പാടി കേൾപ്പിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് ഇതൊരു പ്രൊജക്റ്റായിട്ട് ഓണാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഭാവിയിൽ നമുക്ക് സോങ് ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. ആ ഭാവിയിൽ വൈറലാകുന്ന റാപ്പ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചല്ലോ നീ. താങ്ക് യു. അപ്പൊ ഇനിയും ഈ പോപ്പിൻസ് പോലെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് വീഡിയോസ് ഇനിയും കാണാൻ പറ്റുമോ, അതോ ഇവിടെ കൊണ്ട് തീരുമോ? ഡയറക്ടർ പറയട്ടെ. പറ്റും, ഉറപ്പാണ്. നമ്മൾ ഓരോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും എന്തെങ്കിലും ഒരു പൊടിക്ക് ഇട്ടിട്ടാണ് അടുത്ത സാധനം ചെയ്യുന്നത്. നമ്മളെ റീൽസ് ആ ഓർഡറിൽ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, ഈ പോപ്പിൻസ് കൊണ്ട് നിർത്താൻ ഉദ്ദേശമില്ല. ഇപ്പൊ നിങ്ങൾ ഡാൻസർ ആണെന്ന് നിങ്ങളുടെ ഒരു റീലിലൂടെ തന്നെ ഞങ്ങളെ തെളിയിച്ചു. നമ്മുടെ ഇന്റർവ്യൂ കാണുന്നവരെ നിങ്ങൾ ഇരുന്നൊന്ന് ഡാൻസ് കളിച്ച് തെളിയിക്കണം, പറ്റുമോ? ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക്, കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ്. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി. ഓ, അപ്പൊ ഇനി മുന്നോട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് പോപ്പിൻസ് ആണെങ്കിൽ നാളെ നീ ചോക്കോബാറായിട്ട് മാറുമല്ലേ? ഇനിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എന്നോട് പറഞ്ഞു ചെവിയിൽ പല്ലിനൊരു കഥയുണ്ട് ഇവൻ്റെ, അല്ലേ? ഒന്ന് പറ. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്താണ്. സെമിനാരിൽ പഠിക്കാൻ പോയിട്ടുണ്ടോ? സെമിനാരിയിൽ ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫ്ലോർ ക്ലീനിങ്ങിന് സമയത്ത് വെള്ളം ടൈലിൽ ഫുള്ള് വെള്ളം കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട്. ഈ പാസേജിൽ വെള്ളത്തിൽ നമ്മളൊരു സ്മൂത്ത് ഉണ്ടാവില്ല, അപ്പോൾ അതിങ്ങനെ തെന്നി ഓടി പോകണമായിരുന്നു. അവിടെ സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് തെന്നൽ അധികമായതുകൊണ്ട് ഒറ്റ തെന്നൽ തെന്നി ബേക്കോട്ട് വീഴുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു കൈ കുത്താൻ വേണ്ടിയിട്ട്. കൈ കുത്തി കൈയും തെന്നി 2-3 തവണ പല്ല് കൂട്ടി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് പോയിട്ട് പല്ല് പൊട്ടിയില്ല, അറ്റൊക്കെ പൊട്ടിപ്പോയി. ഇത് ഊരി വന്നു. ഞാൻ നോക്കുമ്പോൾ ഇത്രയും വലിയ സാധനം, ഇത്രയും വലിയ പല്ലുണ്ടെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല. വലിയ പല്ലാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഡോക്ടർ അച്ഛൻ പറഞ്ഞു, ഇത്
അങ്ങനെ കൊണ്ടുവയ്ക്കും, ഇല്ലെങ്കിൽ ഡോക്ടർ ബാക്കിയുണ്ടോ എന്ന് പറയാൻ കുത്തി നോക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പുതിയൊരു ടെക്നോളജി ഉണ്ട്, ഇതേ വല്ലനെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊള്ളാമല്ലോ, ആയിക്കോട്ടെ, അതേ വല്ലനല്ല, സന്തോഷമായി. വെപ്പല്ലല്ലോ വെച്ച് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട്, അതിന് ക്യാപ്പ് ഉണ്ടായിട്ട് 6000 രൂപ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കളർ കൊടുക്കണം, എനിക്ക് ചവച്ച് തിന്നാൻ പറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പല്ലിന്റെ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. എന്തിനാടാ ചക്കര നീ അച്ചപ്പട്ടത്തിന് പോയത് എന്നാരും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കളിക്കാനുള്ള സ്കില്ലൊക്കെ വളർന്നത് സെമിനാരിൽ പോയിട്ടാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ ഇമ്പ്രൂവ് ആയത് ഒക്കെ സെമിനാരി എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത നിങ്ങളുടെ പ്രേക്ഷകർ, നിങ്ങളുടെ ഫാൻസ് അല്ലേ, അവരോട് എന്തോ ഈ നിമിഷം ക്യാമറ നോക്കി പറയാനുള്ളത്? ഒരുമിച്ച് പറഞ്ഞു, അല്ല ഓരോരുത്തരായിട്ട് പറഞ്ഞു? ഓരോരുത്തരായിട്ട് പറയുന്നതായിരിക്കും, ഓരോരുത്തരായിട്ട് പറയുന്നത് കേൾക്കാമല്ലോ, അല്ലെങ്കിൽ കാക്കക്കുട്ടിക്കല്ലിട്ട പോലെ. എന്താ പറയാനുള്ള സന്തോഷം, ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് മെസ്സേജ് അയക്കാനുണ്ട്, ട്വിൻസ് ആണോ, എന്താ സംഭവം? ഞാൻ പറയും അല്ല. പിന്നെ കസിൻസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, അപ്പം ഞാൻ പറഞ്ഞു അല്ല, എൻ്റെ അനിയത്തിയാ. സിസ്റ്റേഴ്സ് ആണെന്ന് പറയും. അപ്പോൾ പറയും ഓ നീ ആണോ അനിയത്തി? ഞാൻ അനിയത്തി എല്ലാവരും വിചാരിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ പറയും അല്ല, അവളാ അനിയത്തി, അങ്ങനെയൊക്കെ പറയും. ഞങ്ങളൊരു ചോരയാ. അതെ അതെ. പിന്നെ എല്ലാവരും ഈ മെസ്സേജൊക്കെ ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പവർ, എനർജി എന്ന് പറയാ. നമ്മുടെ ഓരോ, എനിക്ക് മനസ്സിലായ കാര്യം, എന്നോട് ഇങ്ങനെ എൻ്റെ തന്നെ റീൽ ഷെയർ ചെയ്തിട്ട് നിന്നെ പോലെ കളിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യണം. അവർക്ക് ഭയങ്കര, ഈ ബോയ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവരാരും എന്താ ഇറങ്ങുന്നില്ല, അവരത് മനസ്സ് വെക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചെയ്ത ഒരാളൊക്കെ ഉണ്ട്, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഒരാളോട് ഇറങ്ങി തിരിച്ചല്ലോ അല്ലേ. പിന്നെ എനർജിയുടെ കാര്യമാണ് ഏറ്റവും മെയിൻ ലെവല്. ഇത് ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പം. പിന്നെ പറയും നീ ഭയങ്കര ഡാൻസർ അല്ലേ? ഞാൻ പറഞ്ഞു ഞാനൊരു ഡാൻസറേ അല്ല, ഇതൊരു നമുക്ക് കിട്ടിയ ഒരു കഴിവ്. അല്ല, അതെ, ഒന്നും അല്ല ഡാൻസിൽ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ എന്താ ഓരോ വേസ് വെച്ചിപ്പം പഠിക്കാനും എല്ലാ ഇതും സ്റ്റൈലും ഉണ്ട്. അതായത് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ. ഇതിനൊരു എൻഡിങ് ഇല്ലല്ലേ ഡാൻസില്? ഒരിക്കലും ഇല്ല. അപ്പൊ അടുത്ത ആളിലോട്ട് പോകും. ഇത്രയും സപ്പോർട്ട് കിട്ടും നമ്മൾ സ്വപ്നത്തിൽ പോലും സപ്പോർട്ട് കിട്ടും എന്നറിയായിരുന്നു, പക്ഷെ ഇതിന് മാത്രം സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ടാണ്, ഇനിയും വീഡിയോ വരുന്നുണ്ട്. ഇതൊന്നും ഒന്നും അല്ല, ഇതൊക്കെ സാമ്പിള് പിടിക്കട്ടല്ലേ. ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, കിം. എനിക്കും സന്തോഷം തന്നെ, ഇവർ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിയായി, പിന്നെ പ്രൗഡുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അത് ഈ ഒരു വീഡിയോയിലൂടെയാണോ? അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും ഈ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, കിട്ടുന്ന ഒരു സുഖമുണ്ട് അല്ലേ. ഞാൻ ഈ ഇന്റർവ്യൂവിന് വരാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോകാന്ന് വെച്ചിട്ട് ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ട്രെൻഡ്സിൽ ഡ്രസ്സ് എടുത്തിരുന്ന പുള്ളിക്കാരത്തി, അവിടുത്തെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ തമ്മിൽ പരസ്പരം പറയാം ഇവൻ ആ ബസ്സിൻ്റെ മുമ്പിൽ ഡാൻസ് ഇറക്കുന്നല്ലേ. ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ അവർ പരസ്പരം പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കുമല്ലോ, പക്ഷെ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും. അല്ല, ഞാൻ അവരോട് പറഞ്ഞു അതെ അത് ഞാൻ തന്നെയാണ്. അതുപോലെ ഇന്ന് രാവിലെ വരുന്ന സമയത്തും അവർ തമ്മിൽ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അതെ അത് തന്നെയാണ്. അവരുടെ ഡൗട്ട് നമ്മൾ കേട്ടല്ലോ, അപ്പോഴും അവർ പറഞ്ഞൊരു പേര് പോപ്പിൻസ് എന്നാ. ഇതാ പോപ്പിൻസ് അല്ലേ, അവരായിട്ടൊരു പേര് തന്നു, നമ്മൾ സ്വീകരിച്ചു. ഇനി ആ പേര് ബ്രാൻഡായിട്ട് തന്നെ പോട്ടെ, പോപ്പിൻസ് അല്ലേ പറയാം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങി ഫസ്റ്റ് വീഡിയോ ഇടുന്നതിന് മുൻപേ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ തൊട്ട് ഇത് ഈ സെക്കൻഡ് ലൈക്ക് അടിച്ച എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ്. എല്ലാ റീൽ ഇറങ്ങുമ്പോഴും സ്റ്റോറി ഇടുന്ന കുറച്ചൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരോട് പ്രത്യേകം നന്ദി ഉണ്ട്. പിന്നെ റീൽസിൽ അല്ലാതെ ഞങ്ങളുടെ പുറമേ ഡാൻസ് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഡാൻസ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണുന്ന മുതിർന്നവരും നമ്മൾ സമപ്രായക്കാരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ തമാശയായിരിക്കുന്നത് എന്താ ഒരു ഡാൻസ് ഒന്നുമില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, പക്ഷെ അത് സ്നേഹം അവർ പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ അതേ ചോദിക്കുള്ളൂ, വേറെ നമ്മൾ തമ്മിൽ വേറെ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പോകുമ്പം കാണും,
അപ്പോൾ ചോദിക്കും ഡാൻസ് ഇല്ലേ അല്ലെങ്കിൽ പരിപാടിയെല്ലാം ഉണ്ടാ ഇത് ചോദിക്കും. അത് ആ ഒരു സ്നേഹമാണ് അവർ നമ്മളെ നാട്ടിലിറങ്ങിയാലും. എനിക്കിപ്പോൾ എൻ്റെ നാട്ടിലിറങ്ങിയൊക്കെ ഞാൻ ശരിക്കും പ്രൗഡായിട്ടാണ് ഞാൻ നടക്കുന്നത്. ലിബിന്റെ നാട് ഇപ്പൊ ലിബിന്റെ പേരിലാണോ അറിയപ്പെടുന്നത്? അല്ല, ഞാൻ അത്രയ്ക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ രാജപുരം നാട്ടിലുള്ളവരല്ല, ഒന്നുമില്ലെങ്കിൽ രാജപുരം നാട്ടിൽ എൻ്റെ പേര് എന്നെ അറിയുന്നവരുണ്ട്. ഒരു 90% ആൾക്കാർക്കും എന്നെ അറിയാം. അതാണ് ഞാൻ നിലവിലിപ്പം ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും ഈ പോപ്പിൻസ് ടീമിന്റെ ഈ ഒരു റീലിന്റെ വിജയം 4 പേരിലുപരി ക്യാമറ ടീംസും എല്ലാം ഉണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരുണ്ട് പണ്ട് തൊട്ടേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഗൗതം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാർട്ടിൻ, അവൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതായത് അവരൊന്നും ഒന്നും കണ്ടിട്ട് നിൽക്കുന്നവരല്ലേ അല്ലേ? അങ്ങനെയുള്ളവരെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒരുപാട് ടേക്കൊക്കെ പോകും, എന്നാലും അവര് സപ്പോർട്ട് ചെയ്യും. അത് ക്ഷമിച്ച് നിൽക്കുമല്ലേ ഇതിന്. ക്ഷമിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഒരു നമുക്കൊരു ഡിസ്കസിങ് ഉണ്ടാവും. ഇപ്പൊ പാവം കുറെ നേരം ഇരിക്കുന്നു, നമ്മള് പക്ഷെ വൈബ് അടിച്ചാക്കുന്നത് നീ എല്ലാടെ കാണിക്കുന്നത് ആ ഈ ഒരു ടോക്കിൽ ഫുള്ള് ജോളിയായിട്ടാണ് നമ്മൾ ആ റീൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അങ്ങനെ നമ്മളിപ്പോൾ ടെൻസ്ഡ് ആയിട്ട് റീൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അറിയാവുന്ന സ്റ്റെപ്പ് വരെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് തെറ്റിച്ചു പോകും. കറക്റ്റാണ് പറഞ്ഞത്. അതാണ് അങ്ങനെയുള്ളവരെ വീഡിയോ എടുക്കാവുന്ന ഉപകാരം അതാണ്. അപ്പൊ പോപ്പിൻസ് ടീം മക്കളെ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല കേട്ടോ. നിങ്ങളെ നെഗറ്റീവ് പറയുന്നവർ കാണും, ഈ ഡാൻസ് കൊണ്ട് എവിടം വരെ എന്ന് കളിയാക്കുന്നവർ കാണും, പുച്ഛിക്കുന്നവർ കാണും. ഇതിനൊക്കെ ഒരു അന്ത്യം കുറിച്ച് നിങ്ങൾ പോപ്പിൻസ്. അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.